എല്ലാവരെയും ഇന്നത്തെ ഗ്ലോബൽ സിഇഒ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി വെൽക്കം ചെയ്യുന്നു. സാർ സൗണ്ട് ഓഡിബിൾ അല്ലേ? ക്ലിയർ? Yes, okay. Okay, thank you. Okay, myself RK from തിരൂർ. ബേസിക്കായി ട്രഡീഷണൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് വിന്നിംഗ് ടീം എന്നുള്ള മഹത്തരമായ ഈ ഒരു ഓർഗനൈസേഷനെ കണക്ട് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയത്. ഇന്ന് വിന്നിംഗ് ടീം ആണ് എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നത്. നമുക്കറിയാം, ഇന്ന് വിന്നിംഗ് ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊരു ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടുന്ന ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതും അതോടൊപ്പം അതിലൂടെ വിജയിക്കാൻ വേണ്ടിയുള്ള സപ്പോർട്ട്, ഗൈഡൻസ്, മെന്റർഷിപ്പ് എല്ലാം, ട്രെയിനിങ് എല്ലാം വിത്ത് ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് വിന്നിംഗ് ടീം. ഇന്ന് വിന്നിംഗ് ടീം ഈ ഒരു മെത്തേഡിലൂടെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്കാണ് ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും പ്രോസ്പെരിറ്റി എത്തിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾക്ക് ജീവിതത്തിൽ വിജയിക്കണം എന്ന ആ ഒരു സ്വപ്നം നിങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് വിന്നിംഗ് ടീമിന്റെ കൂടെ കൈ കൊടുന്നുകൂടി സ്വപ്നം നമുക്ക് സഫലീകരിക്കാൻ സാധിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ വിന്നിംഗ് ടീം അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി, സിഇഒ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾക്ക് എന്താണ് ഈ സിഇഒ കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് നമ്മൾക്ക് ഇന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എമിനന്റ് പേഴ്സണാലിറ്റി നമ്മളെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ജോയിൻ ചെയ്ത് തിരൂർ ചെമ്പ്രയിൽ നിന്നാണ്, മലപ്പുറം ജില്ലയിലെ തിരൂർ ചെമ്പ്രയിൽ നിന്നാണ്. ഒരു ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം ഈ ഒരു വിന്നിംഗ് ടീമുമായിട്ട് കൈകോർക്കുന്നത്. ബാങ്കിങ് മേഖല അദ്ദേഹത്തിന് വരുമാനം ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പര്യാപ്തമായിരുന്നില്ല. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ അന്വേഷണമാണ് വിന്നിംഗ് ടീം എന്നുള്ള ഓർഗനൈസേഷൻ കണക്ട് ചെയ്തത്. അദ്ദേഹം ആ ജോലിയുടെ കൂടെ കുറച്ച് സമയം വിന്നിംഗ് ടീമിനായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തു. അതോടൊപ്പം അദ്ദേഹം ഇന്ന് ആ ഒരു ബാങ്ക് എംപ്ലോയിയിൽ നിന്നും ടേൺ ചെയ്തു ഒരു സക്സസ്ഫുൾ എന്റർപ്രണർ ആയിട്ട് മാറി എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണ് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. അപ്പോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ, ഇതിലൂടെ നമ്മളെ വിജയത്തിനും ആ ഒരു ഫസ്റ്റത്തെ കാൽവെപ്പ് ആവാൻ, ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു പ്രസന്റേഷന് വേണ്ടി ആ ഒരു മഹത് വ്യക്തിയെ, ബാങ്ക് എംപ്ലോയി ടേൺഡ് സക്സസ്ഫുൾ എന്റർപ്രണർ, വാം വെൽക്കം മിസ്റ്റർ അനീഷ് ചമ്പ്ര സാർ. പ്ലീസ് ദ സ്ക്രീൻ. താങ്ക് യു ആർക്കെ. ഞാൻ ഓഡിബിൾ ആണോ? യെസ് സാർ. ഓക്കെ, താങ്ക് യു ആർക്കെ. വളരെ നന്നായിട്ട് എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തു. എൻ്റെ പേര് അനീഷ് ചമ്പ്ര എന്നാണ്. ഞാൻ സ്ഥലം മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. ഞാനൊരു ബാങ്ക് എംപ്ലോയി ആയിരിക്കുന്ന സമയത്താണ് ഈ ഒരു മഹത്തരമായിട്ടുള്ള വിന്നിംഗ് ടീം എന്ന് പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു ഓർഗനൈസേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതിലൂടെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു 5-6 വർഷം മുന്നേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കണക്ട് ചെയ്ത സമയത്ത് ഒന്നുമല്ലാതെ ഇരുന്ന ഞാൻ, കാരണം ഇന്ന് എന്ത് ആയി എന്നല്ല, പക്ഷേ എന്തെല്ലാം നമുക്ക് അവസരങ്ങളാണ് ഇതിലൂടെ കിട്ടുന്നതെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ ഒരു മഹാപ്രസ്ഥാനമാണ്. ഈ ഒരു പ്രസ്ഥാനം നമുക്ക് ശരിക്കും സീറോയിൽ നിന്ന് ഹീറോ ആക്കാൻ പറ്റുന്ന, ഒരു വ്യക്തിക്ക് സീറോയിൽ നിന്ന് ഹീറോ ആകാൻ പറ്റുന്ന ഒരു അവസരമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ആ അവസരം എന്താണ് എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് കിട്ടിയ അതേ അവസരം തന്നെയാണ് നിങ്ങൾക്കും പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പ്രസന്റേഷൻ മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരാൻ പറ്റും, നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, പോസിറ്റീവായുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ ഈ ഒരു ഓർഗനൈസേഷൻ നിങ്ങൾക്ക് പ്രാപ്തി നേടിത്തരുന്നുണ്ടാവുന്നതാണ്. സ്ലൈഡ് വിസിബിൾ ആണോ ആർക്കെ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ആർക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പറഞ്ഞു വിന്നിംഗ് ടീം എന്ന ഈ മഹത്തരമായ ഓർഗനൈസേഷനെ കുറിച്ച് പറഞ്ഞു. എന്താണ് വിന്നിംഗ് ടീം? നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായുള്ള മെന്റർഷിപ്പും ട്രെയിനിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വണ്ടർഫുൾ ആയുള്ള ഓർഗനൈസേഷൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ എവിടെയും നമ്മൾ വിജയിക്കുന്നതിനെ കുറിച്ച് ആരും തന്നെ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടില്ല. എവിടെ ഒരു സ്കൂളിലാണെങ്കിലും ഒരു കോളേജിലാണെങ്കിലും എവിടെയും നമ്മൾക്ക് വിജയിക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നല്ല ജോലിക്കാരനാവാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചു തന്നെ, പണിക്കാരനാവാനാണ് നമ്മളെ പഠിപ്പിച്ചത്. പണക്കാരനാവാൻ നമ്മൾ ആരും തന്നെ പഠിപ്പിച്ചു തന്നിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണറാക്കി മാറ്റാൻ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് വിന്നിംഗ് ടീം എന്നത്. ദി ടീം ഓഫ് ചാമ്പ്യന്മാരുടെ കൂട്ടായ്മ. നോക്കൂ, എന്താണ് നമ്മുടെ സക്സസ്? ഇപ്പോൾ ഇവിടെ എടുത്തു പറഞ്ഞൊരു വാക്കാണ് സക്സസ്. ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുന്നത്. ഈ സക്സസ് എന്ന് പറയുമ്പോൾ പല ആളുകളെ സംബന്ധിച്ചും പല രീതിയിലാണ് അവർ ഡിഫൈൻ ചെയ്ത് വെക്കുക. വിന്നിംഗ് ടീം എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനം സക്സസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം.
പറയുന്ന കാര്യങ്ങൾ 3 കാര്യങ്ങളാണ്: ടൈം, മണി, ഹെൽത്ത്. അതായത് സമയവും പണവും ആരോഗ്യവും. ഈ 3 കാര്യങ്ങൾ ഒരു വ്യക്തിയിലേക്ക് വന്നു ചേരുന്ന സമയത്താണ് ആ വ്യക്തി ശരിയായ രീതിയിൽ ഒരു വിജയം ആസ്വദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചില വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് സമയം ഉണ്ടാവാം, ഒരുപാട് പൈസ ഉണ്ടാവാം, പക്ഷെ അവർക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ ആരോഗ്യമില്ലെങ്കിൽ അവർക്ക് ആ സമയം കൊണ്ടും പൈസ കൊണ്ടും യാതൊരു ഉപകാരമില്ല. ആ വ്യക്തിയെ നമ്മൾ വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. ചില വ്യക്തികളെ നമ്മൾ നോക്കാം, അവർക്ക് പൈസ ഒരുപാട് ഉണ്ടാവും, അവർക്ക് ആരോഗ്യത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ നിന്ന് തിരിയാൻ സമയമില്ലാത്ത ആളുകൾ ഉണ്ടാവും. അവർക്ക് ആ പണം കൊണ്ടും ആരോഗ്യം കൊണ്ടും അവർക്കൊന്നും ചെയ്യാൻ സമയം ഇല്ലല്ലോ, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ചില ആളുകൾ അവരെ സംബന്ധിച്ച് പിന്നെ ആ, പൈസ ഉണ്ടാവില്ല, സമയം ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, പക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകാനോ എന്തെങ്കിലും ചെയ്യാനോ ഒന്നിനും പൈസ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ അടിസ്ഥാനമാണ്. ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട് നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റാതെ. ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾക്ക് കഴിക്കണമെങ്കിൽ പോലും ഈ 3 കാര്യം നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കുക. ഈ 3 കാര്യം നമുക്ക് വേണം. ഒരു നല്ല വസ്ത്രം എടുക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഒന്ന് നമ്മൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഈ 3 കൂടി ശരിക്കും ഒന്നിച്ച് ചേരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ലൈഫ് ശരിക്കും കളർഫുൾ ആവുന്നത്. സമയം ആസ്വദിക്കാനുള്ള പണവും ആരോഗ്യവും, പണം ആസ്വദിക്കാനുള്ള സമയവും ആരോഗ്യവും, ആരോഗ്യം ആസ്വദിക്കാനുള്ള സമയവും പണവും. ഇത് 3 കൂടി ഒത്തുചേരുമ്പോഴാണ് ഒരു വ്യക്തി സക്സസ്ഫുൾ ആവുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾക്ക് ഈ 3 കാര്യങ്ങൾ എവിടെയെങ്കിലും നമ്മുടെ ജീവിത ഈ പാതയിൽ നമ്മൾ ഇത്രയും കാലം ജീവിച്ചു പോകുന്നു, എവിടെയെങ്കിലും വെച്ച് നമുക്ക് ഈ 3 കാര്യം ഒരുമിച്ച് കിട്ടിയിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു 20 വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തിയെ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം സമയം ഇഷ്ടം പോലെ ഉണ്ടാവാം, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ അദ്ദേഹം ഒരു ഏണിംഗ് മെമ്പർ അല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അതിൽ പൈസ ഉണ്ടാവില്ല. അവിടെ നമ്മൾ 20 വയസ്സിന്റെയും ഒരു 60 വയസ്സിന്റെയും ഇടയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, അവിടെ നമുക്ക് പണം ഉണ്ടാവും, കാരണം നമ്മൾ ജോലി ചെയ്യുന്ന ഒരാളെ ഒരു ഏണിംഗ് മെമ്പർ ആയിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് സമയം നമുക്ക് ഒട്ടും ഉണ്ടാവില്ല, കാരണം നമുക്ക് തിരക്ക് പിടിച്ച ജീവിതമാണ്. ആ സമയത്ത് ആരോഗ്യത്തിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അവിടെയും നമുക്ക് ഈ 3 കാര്യങ്ങൾ ഒന്നിച്ച് കിട്ടുന്നില്ല. ഇനി റിട്ടയർമെന്റ് ആവുന്ന സമയത്ത് 60 വയസ്സിന് ശേഷം നമുക്ക് പൈസ, നമ്മൾ നല്ല രീതിയിൽ ജോലി ചെയ്ത ആളാണെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല പൈസ സമ്പാദിച്ചിട്ടുണ്ടാവാം, നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ടാവാം, കാരണം പേരമക്കളൊക്കെ കൽപ്പിക്കുന്ന സമയമാണ്, സമയം ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ ആ സമയത്ത് ഇല്ലാതെ പോകുന്നതാണ് ആരോഗ്യം. നമ്മുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഒരുമിച്ച് കിട്ടുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ഈ ഒരു വിന്നിന്റെ തരുന്ന ഈ വണ്ടർഫുൾ ആയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, വെൽക്കം ടു സിഇഒ എന്ന് പറയുന്ന ഈ ഓപ്പർച്യൂണിറ്റി, കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. അതായത് നിങ്ങളുടെ നിങ്ങൾ ഇന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഷോപ്പ് ഒന്ന് മാറ്റാൻ തയ്യാറായി നിങ്ങളൊരു കൺസ്യൂമർ ആയിക്കൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. എന്നാലും ഇന്ന് ഈ ഒരു പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ തെരഞ്ഞെടുത്തതിൽ ഞാൻ അധികം സന്തോഷിക്കുന്നു. കാരണം നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഈ ഒരു അവസരം പറഞ്ഞു തരാൻ സാധിക്കുന്നത്, കാരണം ഈ ഒരു അവസരം ഒരുപാട് കുടുംബങ്ങളിൽ ഇന്ന് വലിയ മാറ്റങ്ങൾ, ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും ഒക്കെ വലിയ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള വണ്ടർഫുൾ ആയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ സിഇഒ എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഈ സിഇഒ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സിഇഒയിലൂടെ നമുക്ക് ലഭിക്കുന്നത് നോക്കാം. നോക്കാം, ഫസ്റ്റ് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ്. അതായത് എന്താണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി? സാമ്പത്തിക സുരക്ഷിതത്വം. അതായത് പൈസ നമുക്ക് ഒന്നിനും തടസ്സമല്ലാത്തൊരവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഹസ്ബൻഡും വൈഫും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറുന്നു. ആ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറുന്ന സമയത്ത് വൈഫിന് ഇഷ്ടപ്പെട്ട ചുരിദാർ എടുക്കുന്നു, നല്ല കാണാൻ ഭംഗിയുള്ള നല്ല രസകരമായിട്ട് ഒരു ചുരിദാർ എടുക്കുന്നു, ഹസ്ബൻഡിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു. ഇത് എനിക്ക് ചേരുന്നുണ്ടോ ചേട്ടാ എന്ന് ചോദിക്കുന്ന സമയത്ത് ചേട്ടൻ ആ ചുരിദാറിനല്ല നോക്കുന്നത്, ചേട്ടൻ ആ ചുരിദാറിന്റെ പ്രൈസ് ടാഗിലാണ് നോക്കുന്നത്. ചേട്ടൻ ചുരിദാറിന്റെ പ്രൈസ് ടാഗിൽ നോക്കുന്നു, എന്നിട്ട് എത്ര നല്ല ചുരിദാർ ആണെങ്കിലും ചേട്ടൻ പറയുന്നു, പ്രിയ ഇത് നിനക്ക് ചേരുന്നതല്ല. ആ പ്രിയതമ്മയ്ക്ക് മനസ്സിലായി ചേട്ടൻ ഇത് എനിക്ക് ചേരാത്തതല്ല, ചേട്ടന്റെ പോക്കറ്റിന് ഈ ചുരിദാർ ചേരാത്തതാണ് ചേട്ടന്റെ പ്രശ്നം എന്ന് മനസ്സിലാകുമ്പോൾ ആ പ്രിയതമ്മ എന്ത് ചെയ്യും? വളരെ വേദനയോട് കൂടിയിട്ട് വളരെ വില കുറഞ്ഞ ഒരു 500 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ചുരിദാർ എടുത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. അപ്പൊ ഇത് എത്ര മോശപ്പെട്ട ചുരിദാർ ആണെങ്കിലും ആ പ്രിയതമ്മൻ പറഞ്ഞിട്ടുണ്ടാവും, ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, വളരെ വണ്ടർഫുൾ ആയിട്ടുണ്ട്. ഇതൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അതിന് ഒരു പ്രശ്നമാണ്. കാരണം നമുക്ക് അവിടെയൊക്കെ പൈസ തടസ്സമാണ്. ഇന്നൊരു ആവറേജ് ഫാമിലി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്, കാരണം പൈസ ഇല്ലാത്തതിന്റെ പേരിൽ. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ്, സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നതാണ്. നമുക്കറിയാം, എന്തിനും മുൻപിട്ടിൽ ഇറങ്ങിയത് നമുക്ക് പണം വേണം, പണമില്ലാതെ ഒന്നും നടക്കില്ലെന്നുള്ളത്. അപ്പൊ പണം എന്തിനും ഒരു തടസ്സമാണ് നമ്മുടെ മുമ്പിൽ.
അതുകൊണ്ട് തന്നെ ഇന്ന് പണമില്ലാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരുമാനം ഇന്നത്തെ ചെലവിനെ പോലും നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെ നമുക്ക് ആ ചെലവിൽ നിന്ന് നീക്കിയിരിപ്പുണ്ടാവും, എങ്ങനെ നമുക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാക്കി എടുക്കാൻ പറ്റും? നമ്മൾ ചെയ്യുന്ന ജോലി കൊണ്ട് ഒരിക്കലും നമുക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം. പണ്ടൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഇന്ന് നമ്മൾ വാങ്ങുന്ന സാലറിന്റെ ഒരു 10-1 അംശം പോലും അന്നത്തെ ആളുകൾ സാലറി വാങ്ങുന്നില്ല. പക്ഷെ അവർക്ക് അന്ന് ചെലവുകൾ കുറവായത് കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് പൈസ നീക്കിയിരിപ്പുണ്ടാവും. ബാങ്കിലായിട്ടും പലതുണ്ടാവും. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് 1 ലക്ഷം രൂപ സാലറിക്ക് വർക്ക് ചെയ്യുന്നവന് പോലും ബാങ്കിൽ SB അക്കൗണ്ടിൽ 5 പൈസ ബാലൻസ് ഇല്ല എന്നുള്ളതാണ്. അവന് ബാങ്കിൽ ആകെ ബാലൻസ് ഉള്ളത് എന്താണ്? കുറെ കടങ്ങളാണ്, കുറെ ഹൗസിംഗ് ലോണ്, അതുപോലെ വെഹിക്കിൾ ലോണ്, ഗോൾഡ് ലോൺ, ഇതൊക്കെയാണ് ബാലൻസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്നാൽ ഏതൊരു വ്യക്തിക്കും താല്പര്യമുള്ള അത് നമുക്ക് ഈ CEO നമുക്ക് തരുന്നുണ്ടാവും. കൂടാതെ ഗുഡ് ഹോം, ഒരു ലക്ഷറി ഹോം, എല്ലാവർക്കും താല്പര്യമാണ് ഒരു വീട് വെക്കുക എന്നുള്ളത്. പക്ഷെ നമ്മളെ മനസ്സിന് ആഗ്രഹിച്ചൊരു വീട് വെക്കുക, പോക്കറ്റിനനുസരിച്ചുള്ള മനസ്സിനനുസരിച്ചൊരു വീട് വെക്കുക എന്നുള്ളത് പല ആളുകളും നടക്കാത്തൊരു കാര്യം. നമ്മൾ പ്ലാനൊക്കെ വലിയ ലെവലിൽ നമ്മൾ ചിന്തിക്കും, പ്ലാനൊക്കെ നല്ല നമ്മൾ മനക്കോട്ട കിട്ടും, മനസ്സിലും വലിയ വലിയ പ്ലാനുകളൊക്കെ ആയിരിക്കും നമുക്ക്. പക്ഷേ നമ്മളൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ വെട്ടിക്കുറച്ച് ഏറ്റവും ചെലവ് ചുരുക്കി നമ്മളെ പോക്കറ്റിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു ഭവനം നമ്മൾ നിർമ്മിക്കും. അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുത്ത് ഭവനം നിർമ്മിക്കും. അതായത് ലോൺ എടുത്ത് ഭവനം നിർമ്മിക്കുന്ന സമയത്ത് ആ വീട് ആരുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടുകാരോട് പറയും എന്റെ വീടാണ്. ആക്ച്വലി ഇത് എന്റെ വീടല്ല, അത് ബാങ്കിന്റെ വീടാണ്. അപ്പോ ഇങ്ങനെയാണ് പല ആളുകളും ഇന്ന് വീട് വെച്ചുകൊണ്ട്. അപ്പൊ നമുക്ക് അതൊന്നും ഇല്ലാതെ തന്നെ ഒരു ലക്ഷറി ഹോം നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലുണ്ട്. അതേപോലെ തന്നെ ഒരു ലക്ഷറി കാർ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. കാരണം ഇന്ന് വാഹനങ്ങളില്ലാത്ത ആളുകളില്ല. പക്ഷെ ഒരു ലക്ഷറി കാർ നമുക്ക് സ്വന്തമാക്കുക എന്ന് പറയുമ്പോൾ ലക്ഷറി നമുക്കറിയാം ഇന്ന് പണ്ടൊക്കെ നമുക്കറിയാം ഒരു ലൈഫ് സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ന് നമുക്കത് അത്യാവശ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷറി ലൈഫൊക്കെ. അപ്പോൾ ഒരു കാറ് നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു കാറ് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വേൾഡ് ടൂർ, നമുക്ക് ഫാമിലിയോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ പോയി കറങ്ങി അടിച്ച് വരാം. നമ്മളത് ആലോചിച്ച് വെക്കുക, ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്തിട്ട് നമുക്ക് എവിടേക്കാണ് പോകാൻ സാധിക്കുന്നുണ്ടാവുക. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്ത ആളാണ്. ഏകദേശം ഒരു 6-7 വർഷം ബാങ്കിൽ വർക്ക് ചെയ്തിട്ട് എനിക്കൊരു ടൂർ, ഒരു ചെറിയ ടൂർ, ഒരു മൂന്നാറോ അല്ലെങ്കിൽ ഊട്ടിയോ കൊടൈക്കനാലോ പോലും എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. കാരണം ഞാനത് തീരുമാനിക്കുന്ന സമയത്തും ഞാൻ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് തടസ്സമായി വരും. ഒന്നെങ്കിൽ പൈസ, അല്ലെങ്കിൽ സമയം, അല്ലെങ്കിൽ ആരോഗ്യം. ഏതെങ്കിലും ഒരു കാര്യം തടസ്സമായിട്ട് വരും. ഒരിക്കലും എനിക്ക് പോകാൻ സാധിച്ചില്ല. പക്ഷെ ഇവിടെ വന്ന സമയത്ത് പല വേൾഡ് ട്രിപ്പുകൾ എനിക്ക് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. കൂടാതെ EMI ഡെപ്റ്റ് ഫ്രീ, കടബാധ്യത ഇല്ലാത്ത ജീവിതം. കാരണം ഇന്ന് പല ആളുകളും ഉണർന്ന് എഴുന്നേൽക്കുന്നത് തന്നെ കടം വീട്ടാനാണ്, പണിയെടുക്കുന്നത് തന്നെ കടം വീട്ടാനാണ്, ജോലി ചെയ്യുന്നത് EMI അടയ്ക്കാനാണ്. ഇങ്ങനെ ഇല്ലാത്ത ഒരു EMI, ഒരു കടബാധ്യത ഇല്ലാത്ത ഒരു ജീവിതം, ഒരു ദിവസം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ എത്ര സുന്ദരമായിരിക്കും ഒരു ദിവസം. ഒരു കടങ്ങളും നമ്മളില്ലാതെ, ഒരാൾക്കും ഒരു 5 പൈസ കൊടുക്കാനില്ല, ഒരു ബാങ്കിൽ ഒരു 5 പൈസ അടയ്ക്കാനില്ല, നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു അവസ്ഥ. നമ്മൾ ബാങ്കിൽ ഇഷ്ടം പോലെ പൈസ. അപ്പൊ അത്തരത്തിലുള്ള ലൈഫ് നമുക്ക് ഇവിടെ നേടിയെടുക്കാൻ പറ്റും. കൂടാതെ സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടുക, റെക്കഗ്നേഷൻ, എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടുക. കൂടാതെ ബെറ്റർ എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത്. ഇന്ന് നമുക്കറിയുന്ന കുട്ടികൾക്ക് നമ്മളെ മക്കള് പഠിച്ച് SLC ഒക്കെ പാസ്സായി വരുന്ന സമയത്ത് മക്കളോട് നമ്മൾ ചോദിക്കും എന്താവാനാണ് ആഗ്രഹം. കുട്ടി പറയാണ് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം. ഇങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങൾ കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചിന്തിക്കുക? അപ്പോൾ എന്നെ കൊണ്ട് അത് സാധിക്കും. അപ്പൊ കുട്ടിയോട് പറഞ്ഞത്, കുട്ടി തന്നെ എന്ത് ചെയ്യും? ആ കുട്ടിക്ക് അച്ഛനോടോ അമ്മയ്ക്കോ ഇത് സാധിക്കുക എന്ന് മനസ്സിലപ്പോൾ കുട്ടി തന്നെ എന്ത് ചെയ്യും? ആ കുട്ടി അതിനൊരു സൊല്യൂഷൻ കാണും, കുട്ടിയുടെ ആഗ്രഹങ്ങൾ മറച്ചു വെക്കും. ആ മകനോ മകളോ ഡോക്ടർ ആവണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അവൻ വാശി പിടിച്ചു കഴിഞ്ഞാൽ, എനിക്കത് ആയേ തീരൂ എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കും, കുട്ടിയുടെ തലയിലേക്ക് എഡ്യൂക്കേഷൻ ലോൺ വെച്ച് പോകും. പിന്നീട് അവൻ പഠിച്ച് പാസ്സായി വന്ന് ഡോക്ടറായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ മുമ്പിലേക്ക് വരുന്ന ഓരോ പേഷ്യന്റും അവന് EMI ആണ്. കാരണം അവൻ വർക്ക് ചെയ്യുന്നത് EMI അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണത. കാരണം എഡ്യൂക്കേഷൻ ലോൺ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോൺ എടുത്തിട്ടാണ് കുട്ടികൾ. അപ്പൊ ഇവിടെ ലോണൊന്നും എടുക്കാതെ നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത്. കൂടാതെ ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി, നമ്മുടെ ഫാമിലിയോടൊപ്പം നല്ല സമയം ചെലവഴിക്കുക. എന്താണ് നല്ല സമയം എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ആരോഗ്യവും സമ്പത്തും ഉള്ള സമയത്ത് നമ്മുടെ ഫാമിലിക്ക് നമ്മൾ സമയം കൊടുക്കാൻ സാധിക്കുക. ആരോഗ്യം നഷ്ടപ്പെട്ട് നമുക്ക് 5 പൈസ കയ്യിലില്ലാത്ത സമയത്ത് നമ്മളെ ഫാമിലിക്ക് സമയം കൊടുത്തു കഴിഞ്ഞാൽ ആ ഫാമിലിക്ക് പോലും നമ്മളെ വേണ്ടാത്തൊരു അവസ്ഥ വരും. അപ്പൊ ഇതെല്ലാം ഉള്ള സമയത്ത് നമ്മളെ ഫാമിലിയോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കുക. കൂടാതെ ചാരിറ്റി, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഊണ് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഊട്ടുപുര കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. ഒരു വ്യക്തിയെ ഒരു 10 രൂപ കൊടുത്ത് സഹായിക്കുന്നതിനേക്കാൾ നല്ലത് 10 രൂപ ഉണ്ടാക്കാനുള്ള ഒരു അവസരം കാണിച്ചു കൊടുക്കുന്നതല്ലേ.
അല്ലേ? നമ്മൾ മീൻ പിടിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചൂണ്ട വാങ്ങി കൊടുക്കുന്നത് അല്ലെങ്കിൽ ചൂണ്ടയിടാൻ പഠിപ്പിക്കുന്നതല്ലേ? ഇവിടെ നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു വരുമാന മാർഗം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഏറ്റവും വലിയ ചാരിറ്റി. കാരണം ആ വ്യക്തിക്ക് അദ്ദേഹത്തിന് ലൈഫ് ലോങ് ഇൻകം കിട്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. കൂടാതെ ലീവ് എ ലെഗസി, തലമുറകൾ കൈമാറ്റി വെക്കാവുന്ന സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നമ്മുടെ അച്ഛനെയോ അമ്മയോ ഓർക്കുന്നു, അതിന്റെ മുന്നുള്ള തലമുറയും നമ്മളെ ഓർക്കുന്നു. അതിന്റെ മുന്നുള്ള തലമുറ നമ്മൾ ചോദിച്ചാൽ നമുക്ക് അറിയില്ല ആരാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു തലമുറയോട് മേലേക്ക് പോയാൽ നമുക്ക് അറിയില്ല ആരാണെന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ധീരുഭായ് അംബാനി എന്ന വ്യക്തി, അദ്ദേഹം യമൻ എന്ന രാജ്യത്ത് പെട്രോൾ പമ്പിൽ ജോലി ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം ഒരു തീരുമാനമെടുത്തത് കൊണ്ടാണ് ഇന്ന് മുകേഷ് അംബാനി, അനിൽ അംബാനി ഒരു കോടീശ്വരമായിട്ട് നിൽക്കുന്നത്. അദ്ദേഹം തീരുമാനമെടുത്തില്ലെങ്കിൽ അവർ ചിലപ്പം പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മക്കളായിരിക്കും ഇന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക. പക്ഷെ അതുകൊണ്ട് തന്നെ എത്ര തലമുറ കഴിഞ്ഞാലും ഈ ധീരുഭായ് അംബാനി എന്ന വ്യക്തിയെ ആ തലമുറകൾ ഓർത്തു വെക്കും. കാരണം അവരുടെ കുടുംബത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നതാണ് അങ്ങേരെ. ഇന്ന് നിങ്ങളെ പൂർവികരെ ഓർക്കാത്തത് പോലെ നിങ്ങളെ വരും തലമുറ ഓർക്കാതിരിക്കാനാണോ നിങ്ങൾക്ക് താല്പര്യം? അത് എത്ര തലമുറ മുന്നോട്ട് പോയാലും നിങ്ങളെ ഓർത്തിരിക്കാനാണോ നിങ്ങൾക്ക് താല്പര്യം? എത്ര തലമുറ, 10ഓ 15ഓ തലമുറ കഴിഞ്ഞാലും നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളൊരു തെളിവിന് നിങ്ങൾക്ക് അവശേഷിച്ച് പോകാനായിട്ട് നിങ്ങളെ അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നിങ്ങളെ ഓർത്ത് വെക്കുന്ന രീതിയിൽ നിങ്ങൾ ലീവ് എ ലെഗസി ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയോട് സാധിക്കുന്നതാണ്. അത്രമാത്രം അവസരങ്ങൾ അത് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും അതിലൂടെ ഇത്തരത്തിലുള്ള ഈ പറയുന്ന കാര്യങ്ങളൊന്നും നേടിയെടുക്കാൻ സാധിക്കാത്തത്? ഇതൊന്നും നമുക്ക് ജോലിയിലൂടെ കിട്ടുന്നതല്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലൂടെ കിട്ടുന്നതല്ല. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? അതിന് റോബർട്ട് കിയോസാക്കി എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ബുക്കിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് എന്ന ബുക്കിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞത് ലീഗലി ലെജിറ്റിമേറ്റ് ആയിട്ട് വരുമാനം ഉണ്ടാക്കുന്ന 4 തരത്തിലുള്ള ആളുകളാണ്. ഒന്ന് എംപ്ലോയി, സെൽഫ് എംപ്ലോയി, ബിസിനസ്മാൻ, ഇൻവെസ്റ്റർ. എന്താണ് ഈ 4 തരക്കാർ തമ്മിലുള്ള വ്യത്യാസം? എംപ്ലോയി എന്ന് പറയുമ്പോൾ എന്നും ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ്. അതായത് ഒരു ജോലിക്കാരൻ, പണിക്കാരൻ, മലയാളത്തിൽ പറഞ്ഞാൽ പണിക്കാരൻ. അതായത് അദ്ദേഹം മറ്റുള്ളവന്റെ സ്വപ്നത്തിന് വേണ്ടി സ്വന്തം സ്വപ്നത്തിന് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവന്റെ സ്വപ്നത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളാണ് എംപ്ലോയീസ്. ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് വളരുന്നതിനൊരു കണക്കുണ്ട്. കാരണം അവർക്ക് കൂടുതൽ വരുമാനം വേണം എന്നതിൽ കൂടുതൽ സമയം പണിയെടുത്തുകൊണ്ട് കൂടുതൽ വരുമാനം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ വരുമാനം നിശ്ചിത അളവിലാണ്. അവരെത്രത്തോളം സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് വരുമാനം കൂട്ടാൻ പറ്റുമെങ്കിലും മാക്സിമം പോയാൽ 24 hours ആണ് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. അതിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അവരുടെ വരുമാനത്തിന് ലിമിറ്റേഷൻ ഉണ്ട്. ഈ എംപ്ലോയി എന്ന് പറയുമ്പോൾ എന്നും ഒരു ബോസിന്റെ കീഴിൽ, അവരുടെ തലയ്ക്ക് മേലെ ഒരു വാള് എന്ന പോലെ ഒരു ബോസ് ഉണ്ടാവും. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇതായിരുന്നു. കാരണം എന്നെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി, അതായത് നമ്മൾ എപ്പോഴും ഊണ് കഴിക്കേണ്ടത് എപ്പോഴാണ്, നമ്മൾ എപ്പോഴാണ് ജോലി അവസാനിപ്പിക്കേണ്ടത്, നമ്മൾ എപ്പോഴാണ് ജോലി തുടങ്ങേണ്ടത്, ഇതെല്ലാം നമ്മളെ നിയന്ത്രിക്കുന്ന ഒരാൾ. നമ്മളെ ഒരു CCTV ക്യാമറ വെച്ച് നമ്മളെ നിരീക്ഷിക്കുന്നത് നമുക്ക് ഇഷ്ടമാകും. അതുപോലെ നമ്മളെ നിരീക്ഷിക്കുന്ന ഒരാൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഈ ബോസ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ജോലി റിസൈൻ ചെയ്ത് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ എംപ്ലോയി എന്ന് പറയുന്ന ഓരോ വ്യക്തികൾക്കും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി ഉണ്ടെന്ന് വെച്ചാൽ അത് അവരുടെ ബോസ് ആയിരിക്കും. അപ്പോ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, മേ ബി. കൂടുതൽ ആളുകളും, ഭൂരിഭാഗം 90% ആളുകൾക്കും ബോസ് എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നമാണ്. കാരണം ബോസ് എപ്പോഴും നമുക്ക് പണി തന്നുകൊണ്ടിരിക്കുന്ന ആളാണ്, നമ്മളെ പണിയെടുക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതേപോലെ തന്നെ സെൽഫ് എംപ്ലോയി, സ്വന്തം സ്കില്ല് ഉപയോഗിച്ചിട്ട് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളാണ്. അതായത് ജന്മന കിട്ടിയുള്ള കഴിവോ അല്ലെങ്കിൽ പഠിച്ചുണ്ടാക്കിയുള്ള കഴിവോ. ഇപ്പൊ ജന്മന കിട്ടിയുള്ള കഴിവ് എന്ന് പറയുമ്പോൾ പാട്ട് പാടാൻ കഴിയുക, അഭിനയിക്കാൻ കഴിയുക, അല്ലെങ്കിൽ പിന്നെ ചിത്രം വരയ്ക്കാൻ കഴിയുക, ഇതൊക്കെ ജന്മന കിട്ടിയുള്ള കഴിവുകളായിരിക്കും. അതുപോലെ പഠിച്ചുണ്ടാക്കിയുള്ള കഴിവ്, ഡോക്ടർ, എഞ്ചിനീയർ, അഡ്വക്കേറ്റ്, അതുപോലെ ആർക്കിടെക്ട്, അതുപോലെ മരത്തിന്റെ പണിയെടുക്കുന്ന ആളുകൾ, ഗോൾഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ സ്കില്ല് ഉപയോഗിച്ചിട്ട് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ എംപ്ലോയി, സെൽഫ് എംപ്ലോയി കാറ്റഗറി ചെയ്യുന്ന ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരെ സംബന്ധിച്ച് ഇവർ പണിയെടുക്കുന്ന സമയത്ത് മാത്രമേ പണം കിട്ടുന്നുള്ളൂ, പണിയെടുത്തില്ലെങ്കിൽ പണം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇവർ എത്ര സമയം പണിയെടുക്കുന്നു അത്ര സമയം അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. പണിയെടുക്കാതെ പറ്റാതെ വന്നാൽ അവർക്ക് വരുമാനമില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഡോക്ടർ, ലീഡിംഗ് ആയിട്ടുള്ള സർജനാണ്. അദ്ദേഹം ഒരു സർജറിക്ക് 25 lakh വാങ്ങുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വലത് കൈക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വരുമാനം അവിടെ സ്റ്റോപ്പാണ്. അദ്ദേഹം സർജനായിരുന്നു എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന്റെ വൈഫിനോ മക്കൾക്കോ വന്നിട്ട് സർജറി ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ വരുമാനം അദ്ദേഹത്തിന്റെ കൈകളെ മാത്രം ആശ്രയിച്ചാണ്. ഇതാണ് ഒരു എംപ്ലോയി, സെൽഫ് എംപ്ലോയി കാറ്റഗറി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ. അപ്പൊ ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിലേക്ക് വരുമാനം നിലയ്ക്കും. ദെൻ ബിസിനസ്മാൻ, ഇൻവെസ്റ്റർ. ബിസിനസ് എന്ന് പറയുമ്പോൾ പല ആളുകളും അഹങ്കരിക്കാറുണ്ട്, ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഇന്ന് നാട്ടിൽ ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. കാരണം ഒരു ഷട്ടർ വെച്ചു, കുറെ ഉൽപ്പന്നങ്ങൾ വെച്ചു, ഒരു ഷോപ്പ് കീപ്പറും വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബിസിനസ്സുകാരനാണെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്.
അവര് സ്വന്തം ബിസിനസിന്റെ എംപ്ലോയി ആണ്. അത് എങ്ങനെ മനസ്സിലാക്കാൻ വെച്ചാൽ റോബർട്ട് കിയോസാക്കി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് നിങ്ങൾ 6 മാസം വിട്ടുനിന്നതിന് ശേഷം നിങ്ങൾ തിരികെ വരുന്ന സമയത്ത് നിങ്ങളുടെ ബിസിനസിന്റെ ടേൺ ഓവർ കൂടുതലാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന യഥാർത്ഥ ബിസിനസ്സാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അന്ന് ഒരു ബിസിനസ്സിൽ നിന്ന് അതിന്റെ ഓണർ വിട്ടു നിന്നാൽ എന്തായിരിക്കാം ബിസിനസിന്റെ അവസ്ഥ? 1 മാസം വിട്ടു നിന്നാൽ പിന്നല്ല 6 മാസത്തെ കാര്യം. അപ്പോൾ ഞാൻ തിരൂരാണ്. തിരൂരൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇവര് പൂട്ടാൻ പറ്റാത്തതുകൊണ്ട് തുറന്നിരിക്കുന്ന സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. കാരണം ഞങ്ങൾ ഈ ബിസിനസ്സിനെ കുറിച്ച് പറയുന്നത് എങ്ങനെ വെച്ചാൽ പുലിപ്പുറത്ത് പോകുന്ന പോലെയാണ്. അതായത് ഒരു വ്യക്തി ഈ നമ്മുടെ ടൗണിലൂടെ, അതായത് ഒരു മാർക്കറ്റിലൂടെ പുലിയുടെ മേലെ യാത്ര ചെയ്യാണ്. കാണുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ട് അവൻ ഭയങ്കര ധൈര്യശാലിയാണ്, അവൻ പുലിയുടെ മേലെയാണ് യാത്ര ചെയ്യുന്നത്. അവനോടൊന്ന് നമ്മൾ പോയിട്ട് സ്വകാര്യമായിട്ട് ചോദിച്ചാൽ നീ ഒരു ധൈര്യശാലിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, ഞാൻ ആകെ പേടിച്ചരണ്ടാണ് ഇരിക്കുന്നത്. കാരണം ഞാൻ ഈ പുലിയുടെ പുറത്തുനിന്ന് താഴെ ഇറങ്ങിയ ഈ പുലി എന്നെ പിടിച്ചു തരും, അതുകൊണ്ടാണ് ഞാൻ പേടിച്ചത്. ഇതുപോലെയാണ് പല ബിസിനസ്സുകാരുടെ അവസ്ഥ. കാരണം അവർ ആ ബിസിനസ്സിൽ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടാനുള്ള പൈസ കിട്ടുമില്ല, കൊടുക്കാനുള്ള പൈസ കൊടുക്കും വേണ്ട. അതുകൊണ്ടാണ് പല ആളുകളും നേരം വെളുത്തത് തുറന്നിരിക്കുന്നത്. ഇത്തരത്തില് ബിസിനസ്സുകാരല്ല റോബർട്ട് കിയോസാക്കി പറഞ്ഞത്. റോബർട്ട് കിയോസാക്കി പറഞ്ഞത് സിസ്റ്റം ബേസ്ഡ് ബിസിനസ്. ഷട്ടർ താത്തിട്ടാലും പണം കിട്ടുന്ന ഒരു വരുമാനം കിട്ടാൻ, ഉറങ്ങിക്കിടന്നാലും വരുമാനം കിട്ടുന്ന ബിസിനസ്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബിസിനസ്. അതേപോലെ തന്നെ ഇൻവെസ്റ്റർ, പണം ഇൻവെസ്റ്റ് ചെയ്ത് ആ പണം തന്നെ വീണ്ടും വീണ്ടും നമുക്ക് പണം ഉണ്ടാക്കി തരുന്ന ഒരു മെത്തേഡ് ഇൻവെസ്റ്റർ. ഇപ്പൊ ഒരു ഷോപ്പിംഗ് മാൾ നമ്മൾ കെട്ടിപ്പണിതും ആ ഷോപ്പിംഗ് മാളിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും, അല്ലെ? അതേപോലെ ഇൻവെസ്റ്റ് ചെയ്ത പണം നമുക്ക് വീണ്ടും വരുമാനം ഉണ്ടാക്കും. ഇവരുണ്ടാക്കുന്ന ഇൻകത്തിന്റെ പേരാണ് പാസീവ് ഇൻകം. എംപ്ലോയി സെൽഫ് എംപ്ലോയി ഉണ്ടാക്കുന്ന ഇൻകത്തിന്റെ പേരാണ് ആക്റ്റീവ് ഇൻകം. നമുക്ക് 95% ലോകത്തുള്ള 95% ആളുകൾ എംപ്ലോയി സെൽഫ് എംപ്ലോയി കാറ്റഗറി. അപ്പൊ നമുക്ക് സമാധാനിക്കാനുള്ള ഒരു വകുപ്പുണ്ട്. കാരണം എന്താ, നമുക്ക് എപ്പോഴും ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ട് നിൽക്കാണ് താല്പര്യം. അപ്പൊ എംപ്ലോയിയുടെ സെൽഫ് എംപ്ലോയിന് കൂടെ നിൽക്കുമ്പോൾ 95% ആളുകൾ അവിടെയാണല്ലോ. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ. കാരണം എന്താ, ലോകത്തുള്ള സമ്പത്തിന്റെ 10% മാത്രമേ ഈ എംപ്ലോയി സെൽഫ് എംപ്ലോയി കാറ്റഗറിയിലുള്ളൂ. 90% കിടക്കുന്നത് ബിസിനസ്മാന്റെയും ഇൻവെസ്റ്ററുടെയും കയ്യിലാണ്. അതായത് 10% കൊണ്ടാണ് ഈ 95% ആളുകളും ജീവിക്കുന്നത്. 5% ആളുകൾ ജീവിക്കുന്നത് 90% കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ജോലി എടുത്തുകൊണ്ട് നേരത്തെ പറഞ്ഞ ഒരു കാര്യം നമ്മളെ ജീവിതത്തിൽ നേടാൻ സാധിക്കാത്തത്. അപ്പൊ ഇവിടെ വിന്നിന്റെ നിങ്ങൾക്ക് ഒരു അവസരം തരാണ്. നിങ്ങൾ എംപ്ലോയി ആയിക്കോട്ടെ, നിങ്ങൾ സെൽഫ് എംപ്ലോയി ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണോ ആ പ്രവർത്തനത്തിന് ഒരു തരത്തിലുള്ള കോട്ടവും തട്ടാത്ത രീതിയിൽ നിങ്ങൾക്ക് എംപ്ലോയി ആയി നിന്നും നിങ്ങൾ സെൽഫ് എംപ്ലോയി നിന്നും നിങ്ങൾക്ക് ഒരു ബിസിനസ്മാൻ ആയി, ഒരു സിസ്റ്റമാറ്റിക് ബിസിനസ്മാൻ ആയി നിങ്ങൾക്ക് ഒരു ബിസിനസ് ഇൻവെസ്റ്ററിന്റെ കാറ്റഗറിക്ക് എത്താനുള്ള ഒരു അവസരമാണ് വിന്നിംഗ് ടീം എന്ന് പറയുന്ന ഈ ഒരു മഹാപ്രസ്ഥാനം, ഈ ഒരു സിഇഒ എന്നുള്ള കൺസെപ്റ്റോടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്കത് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ വിടും. അപ്പൊ എന്താണ് ഈ സിഇഒന്റെ പ്രത്യേകത? ഈ സിഇഒ കണക്ട് ചെയ്തത് 3 മേഖലകളാണ്. ഈ 3 മേഖലകൾ നമ്മൾ ഇനി വളരാൻ പോകുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള 3 മേഖലയാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ചോദിക്കും എന്ത് ബിസിനസ് ആണ്. അപ്പൊ ഞാൻ പറയുകയാണ്, നമുക്ക് ഒരുമിച്ച് ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരു STD ബൂത്തും നടത്താം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടിയ വഴിയിൽ പുല്ല് മുളയ്ക്കില്ല എന്ന് നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ പിന്നെ അവിടെ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. കാരണം എന്താ, ഒട്ടും സാധ്യത ഇല്ലാത്ത മേഖലയാണ്. കാരണം കാലാഹരണപ്പെട്ട് പോയ മേഖല. അപ്പൊ നമ്മൾ എന്തൊരു ബിസിനസ് നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിന് സാധ്യത വേണം, ഇനി അങ്ങോട്ട് സാധ്യത വേണം. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എന്തൊരു ബിസിനസ് നമ്മൾ ചെയ്യാൻ. ഇപ്പൊ എന്റെ നാട്ടിൽ, ഞാൻ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ കുറച്ച് കാലം മുന്നേ ഈ ചപ്പാത്തി കമ്പനിയുടെ പ്രളയമായിരുന്നു. ഇപ്പൊ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചപ്പാത്തി കമ്പനി കണ്ടത് മലപ്പുറം ജില്ലയെന്ന് പറയുന്നത്, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരാൾ ഒരു ബിസിനസ് ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ അതേപോലത്തെ ബിസിനസ് മറ്റുള്ള ആളുകളും ചെയ്യും, തീർച്ചയായിട്ടും. അതേപോലെ ചപ്പാത്തി കമ്പനി പിന്നെ ഓരോന്നായിട്ട് പൂട്ടി പോകാൻ തുടങ്ങി. അതിനുശേഷം ടർഫ് കോർട്ടുകൾ വന്നു. അത് ഒരാൾ നടത്തി വിജയിച്ചപ്പോൾ പിന്നീട് അങ്ങോട്ട് കംപ്ലീറ്റ് ടർഫ് കോർട്ട്, ഇന്ന് ടർഫ് കോർട്ടുകളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുക. അപ്പോൾ ഒരേ ബിസിനസ് ഒരേ ആളുകൾ ചെയ്യുന്ന സമയത്ത് അതിന് സാധ്യത നഷ്ടപ്പെട്ടാണ്. അപ്പൊ ഇവിടെ ഇനി ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യാൻ പോകുന്ന 3 മേഖലകളാണ്, ഗ്രോ ചെയ്യാൻ പോകുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള 3 മേഖലകളിലേക്കാണ് ഈ ഒരു സിഇഒ കണക്ട് ചെയ്തത്. ഒന്നാമത്തെ മേഖല എന്താ നോക്കുക, വെൽനസ്. എന്താണ് വെൽനസ്? അസുഖമില്ലാത്തൊരവസ്ഥ, അതായത് ആരോഗ്യം. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇൽനസ്. ഹോസ്പിറ്റൽ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, അതേപോലെ തന്നെ ഡോക്ടേഴ്സ്, അതുപോലെ മെഡിക്കൽ ലാബുകൾ, ഈ മെഡിക്കൽ ഷോപ്പുകൾ, ഇതെല്ലാം തന്നെ ഇൽനസിന്റെ ഭാഗമാണ്. ഒരു ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥാപനം എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലായിരിക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ പൈസ ചെലവിടുന്ന സ്ഥാപനം ഏതാണെന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലായിരിക്കാം. ആ ഇൻഡസ്ട്രി ആളുകൾ ഇഷ്ടപ്പെടാത്ത ഒരു ഇൻഡസ്ട്രിയാണ്, അല്ലെ? തീർച്ചയായിട്ടും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ നാട്ടിൽ ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റലും വന്നു, ഒരു 5 സ്റ്റാർ ഹോട്ടലും വന്നു. നിങ്ങൾക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ നിങ്ങൾക്ക് ഒരു 5 ദിവസം റൂം എടുത്ത് അവിടുത്തെ ഫെസിലിറ്റികളൊക്കെ എൻജോയ് ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. 5 സ്റ്റാർ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു 5 ദിവസം ICU കിടക്കണം നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുമോ? ഒട്ടും ആഗ്രഹമില്ലാത്തൊരു കാര്യമല്ലേ?
നമ്മൾ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് 2 ദിവസം 3 ദിവസം കിടക്കാൻ നമ്മൾ ആരും താല്പര്യപ്പെടുന്നില്ല. എന്നിട്ട് പോലും ആ വ്യവസായ മേഖല ഇങ്ങനെ വളർന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആളുകൾ ഇഷ്ടപ്പെടുന്ന വെൽനസ് എന്ന് പറയുന്ന മേഖല എത്രമാത്രം ഇനി വളർച്ച ഉണ്ടാവും. ആരോഗ്യ മേഖല, അതാണ് ഈ $1 ട്രില്യൺ ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇ കൊമേഴ്സ്, ഇനി ഏറ്റവും കൂടുതൽ വളരാൻ പോകുന്നതാണ് ഇ കൊമേഴ്സ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ ഇന്ന് ഇ കൊമേഴ്സിലൂടെ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കുറച്ച് മുന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആമസോണും ഫ്ലിപ്കാർട്ട് ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഡെലിവറി ബോയ്സിനെ കാണാനില്ല. ഇന്ന് നമ്മളെല്ലാം നിന്ന് നമ്മൾ ഫുഡ് വരെ സ്വിഗ്ഗിയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തിട്ടാണ്, ഇ കൊമേഴ്സ് വഴിയാണ് നമ്മൾ ഫുഡ് അടക്കം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് എല്ലാം തന്നെ ഇ കൊമേഴ്സ് ആണ്. അതേപോലെ തന്നെ ഡയറക്റ്റ് സെല്ലിംഗ്. എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ്? ഡയറക്റ്റ് സെല്ലിംഗ് ഇനി ഏറ്റവും കൂടുതൽ 65,000 കോടിയുടെ ടേൺ ഓവർ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മേഖല. അതായത് ഒരു കമ്പനി തരുന്ന ഒരു അവസരം, ഒരു ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരും പരസ്യമല്ലാതെ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്ന ഒരു അവസരം. ആ കമ്പനി തരുന്ന അവസരം ഉപയോഗിച്ചിട്ട് സാധാരണക്കാരുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന, വളരാൻ പറ്റുന്ന ഒരു മേഖല, അതാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഇനി ഏറ്റവും കൂടുതൽ വളരാൻ പോകുന്ന മേഖല. അപ്പൊ ഇനി ഏറ്റവും കൂടുതൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഈ 3 മേഖലകളാണ് ഈ CEO എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കണക്ട് ചെയ്യുന്നത്. അത് ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്താണെന്ന് നമുക്ക്, ഡയറക്റ്റ് സെല്ലിംഗ് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ട്രഡീഷണൽ സെല്ലിങ്ങിനെ കുറിച്ച് പറയണം. എന്നാൽ സ്പീഡിൽ പോകുന്നതിന് കുറച്ച് സമയക്കുറവുണ്ട്. അപ്പോൾ ട്രഡീഷണൽ സെല്ലിംഗ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം, ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കും. ആ കമ്പനി പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോൾ ആ കമ്പനിക്ക് വരുന്ന അവരുടെ ലാഭവും ചെലവും അടക്കം 40 രൂപയാണ് വരുന്നത്. അതായത് നമ്മൾ ഒരു കൺസ്യൂമർ ആയിട്ട് നമ്മൾ കടയിൽ പോയിട്ട് ഒരു 100 രൂപയ്ക്ക് ഒരു ഉൽപ്പന്നം വാങ്ങുന്ന സമയത്ത് ആ 100 രൂപയുടെ ഉൽപ്പന്നത്തിന് കമ്പനിക്ക് വരുന്ന ചെലവ് വെറും 40 രൂപയുള്ളൂ. പക്ഷെ നമ്മൾ കൊടുത്തത് 100 രൂപയാണ്. ആ 100 രൂപയിൽ ബാക്കി 60 രൂപ എവിടെ പോയി എന്നുള്ള, 60 രൂപയിൽ 35 രൂപ പോയത് ഇടനിലക്കാർക്കാണ്, 25 രൂപ പോയത് പരസ്യത്തിനാണ്. ഇതിൽ 25 രൂപ പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. കാരണം സ്ക്രീൻ വിസിബിൾ അല്ലേ, ഒരിക്കലും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് ആണെങ്കിലും സോപ്പാണെങ്കിലും ഇതെല്ലാം തന്നെ ഒരു 1000 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോപ്പിന്റെ കമ്പനി 1000 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ 600 കോടി പോയത് എവിടേക്കാ? ഇടനിലക്കാർക്കും പരസ്യത്തിനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ വാങ്ങുന്ന സോപ്പ് അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന പേസ്റ്റ് നിങ്ങളാണ് അത് ഉപയോഗിക്കുന്നത്. മറ്റാരും തന്നെ അത് ഉപയോഗിക്കുന്ന പോലെ ഉണ്ടാവില്ല. പക്ഷേ അതിൽ വരുമാനം കിട്ടാത്ത ഒരേ ഒരു വ്യക്തി നമ്മളാണ്. ഈ കൺസ്യൂമർ ആയിട്ട് നിൽക്കുന്ന നമ്മളാണ് വരുമാനം കിട്ടാതെ, ബാക്കി എല്ലാവർക്കും വരുമാനം കിട്ടുന്നുണ്ട്. അത് ഉപയോഗിക്കുന്ന നമ്മൾക്ക് മാത്രം വരുമാനമില്ല. ഇവിടെയാണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞ ഈ മെത്തേഡിന്റെ പ്രത്യേകത. കാരണം ഇവിടെ ഉപയോഗിക്കുന്നതിനാണ് വരുമാനം കിട്ടുന്നത്. ഇവിടെ ഇടനിലക്കാരില്ല, പരസ്യക്കാരില്ല. ഉപയോഗിക്കുന്ന ആള്, അയാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് അത് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക. അപ്പൊ ഈ 60% നമ്മളിലേക്ക് തിരിച്ചു തരുന്നുണ്ടാവും. ഇവിടെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഉണ്ട്. വിന്നിന്റെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഏതാണെന്ന് വെച്ചാൽ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇത് ഈ 3 വ്യക്തികളാണ് തുടങ്ങിയത്. ദീപക് സൂദ്, ഗൗതം ബാലി, കൻവർ ബസിംഗ്. ഈ 3 വ്യക്തികളും ഓൾറെഡി റിച്ച് ആൻഡ് ഫേമസ് കാറ്റഗറിയിലെ ആളുകളാണ്. പക്ഷെ എന്തിനു വേണ്ടി ഇവർ സ്റ്റാർട്ട് ചെയ്തു? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ശരിക്കും അവർക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഇതുപോലെ ഈ ഒരു ട്രഡീഷണൽ ലെവലിൽ ഇവർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവരെ സംബന്ധിച്ച് പണി ഒരുപാട് കുറയായിരുന്നു. കാരണം പരസ്യം ഇടനിലക്കാരും മതി. പക്ഷെ ഇത്തരത്തിൽ തുടങ്ങുന്ന സമയത്ത് ഇവരുടെ സമയത്ത് ജോലിഭാരം കൂടുതലാണ്. പക്ഷെ എന്നിട്ടും ഇവർ അതെല്ലാം സഹിച്ച് ഇവരത് ചെയ്യുന്നതുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഒറ്റ കാര്യമുള്ളൂ, നമ്മളെപ്പോലെ, എന്നെയും നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരായുള്ള ജനങ്ങളിലേക്ക് ആ 60% നമുക്ക് തന്നിട്ട് നമ്മളെ ജീവിതത്തിൽ നമുക്കൊരു ഉയർച്ച ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡിൽ ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്ലോബലി ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുക എന്നുള്ളതാണ് മിഷൻ. അപ്പൊ ഇതൊക്കെ ഈ ഒരു ബ്രാൻഡിന്റെ പ്രത്യേകത. ഈ ബ്രാൻഡ് എന്നാണ് തുടങ്ങിയത് നോക്കുക, 2004 ഇന്നും തന്നെ തുടങ്ങിയതല്ല. നമുക്ക് പലപ്പോഴും കാണാറുണ്ട്, നിങ്ങൾ 10 ഇട്ടോളൂ നിങ്ങൾക്ക് 20 കിട്ടും, 20 ഇട്ടാൽ 40 കിട്ടും എന്നുള്ളത്. 2 ആളെ ലെഫ്റ്റും റൈറ്റും 2 ആളെ ചേർത്തിയാൽ മതി, കുറെ ആളുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര വരുമാനം കിട്ടും എന്ന് പറഞ്ഞ് ഇത് ഇന്നലെ തുടങ്ങിയിട്ടുള്ളൂ, പെട്ടെന്ന് നിന്നോളൂ, നിങ്ങൾ കയറി വന്ന് ഇപ്പൊ നിങ്ങൾക്ക് പൈസക്കാരനാവാന്നൊക്കെ പല കമ്പനികളും. അവർ വന്നതും പോവാം, പിന്നെ പോകുന്നതും കാണാം. നമ്മൾ സുരേഷ് ഗോപി ഒരു പ്രോഗ്രാമിൽ പറഞ്ഞ ദേ പോയി ദാ വന്നു എന്ന് പറഞ്ഞ പോലെ ഇതേപോലത്തെ അവസ്ഥ. പക്ഷെ ഇവിടെ വെസ്റ്റീജ് എന്ന കമ്പനി 2004 തുടങ്ങിയതെന്ന് 21 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഇന്ത്യൻ കമ്പനിയാണ്, ഇന്ത്യയിൽ തുടങ്ങിയ കമ്പനിയാണ്. 400-അധികം പ്രൊഡക്റ്റ്, അതായത് സ്വന്തമായിട്ട് 400-അധികം പ്രോഡക്റ്റുള്ള കമ്പനിയാണ്. 5000 ഡിസ്ട്രിബ്യൂട്ടർ സെന്റേഴ്സ് ഉള്ള കമ്പനിയാണ്. 3 കോടിക്ക് മുകളിൽ വിതരണക്കാരുള്ള കമ്പനിയാണ്. 5000-ൽ കാർ അച്ചീവേഴ്സ് ഉള്ള കമ്പനിയാണ്. 2700 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ളെങ്കിൽ ഇന്ത്യയിൽ ഒരേ ഒരു കമ്പനിയാണ്. അതേപോലെ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. വേൾഡിൽ 30ാം സ്ഥാനത്ത് വരെ എത്തിയുള്ള കമ്പനിയാണ്. ഇത് ഇന്ത്യയിൽ മാത്രമാണോ? അല്ല. UAE, അതുപോലെ തന്നെ സൗദി, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഗാന, ഫിലിപ്പീൻസ്, ഐവറി കോസ്റ്റ്, ഇത്തരത്തിലുള്ള പല രാജ്യങ്ങളിലും ഇത് കമ്പനി പ്രവർത്തിച്ചുകൊണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, എല്ലാവർക്കും ഒരേപോലത്തെ ഉൽപ്പന്നങ്ങൾ. നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും സോപ്പ് നമുക്ക് ലെക്സ് സോപ്പ് എടുക്കാം. ഈ ലെക്സ് ആയിക്കോട്ടെ, നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഇമ്പീരിയൽ ലെതർ എന്ന സോപ്പൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇവിടെ ഇന്ത്യക്കാരൻ വാങ്ങുന്ന ക്വാളിറ്റി അല്ല ദുബായിൽ കിട്ടുന്നത്. അവിടെ കിട്ടുന്ന ഹൈ ക്വാളിറ്റിയാണ്.
പക്ഷെ വെസ്റ്റേജിന്റെ പ്രോഡക്റ്റ് നമ്മൾ ഇവിടെ വാങ്ങുന്നതും അവിടെ വാങ്ങുന്നതും സെയിം ക്വാളിറ്റിയാണ്. അതായത് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന ഒരു കമ്പനിയാണ്. എല്ലാ മനുഷ്യനും ഒരുപോലത്തെ ക്വാളിറ്റി ഉൽപ്പന്നങ്ങളാണ് വെസ്റ്റേജ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റേജിന്റെ അവാർഡ്സ് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് പിന്നെ കമ്പനി ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ഓഫ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഗ്രേറ്റ് പ്ലേസ് ടു അവാർഡ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് അവാർഡ്, ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ബ്രാൻഡായിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ 50യിലാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ നാഷണൽ ബെസ്റ്റ് എംപ്ലോയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അവാർഡുകളൊക്കെ കിട്ടിയുള്ള കമ്പനി ഏതൊക്കെ പ്രോഡക്റ്റ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഏകദേശം 19ഓളം കാറ്റഗറിയിലായിട്ടാണ് 400-ലധികം പ്രൊഡക്റ്റുകൾ. വെസ്റ്റേജ് പ്രൈം കാറ്റഗറി ഉണ്ട്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ഉണ്ട്, പ്രോ ഹാർട്ട് ഉണ്ട്, ജോയിന്റ് ബോൺ ഹെൽത്ത് ഉണ്ട്, ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ് ഉണ്ട്, ഗ്ലൈസീമിക് ഹെൽത്ത് ഉണ്ട്, ഡിക്ടോസ് ആൻഡ് റെജുവിനേഷൻ, വുമൺ ഹെൽത്ത്, ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ, ഐസ് ആൻഡ് എന്നൊക്കെ ഇന്റർണൽ ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ, ഹെൽത്ത് ഫുഡിൽ നമുക്ക് തവിടെണ്ണ, ചായ, കോഫി ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ ഷാർപ്പുമായി ടൈപ്പ് നമ്മൾ വാട്ടർ പ്യൂരിഫയർ നമുക്ക് അവൈലബിൾ ആണ്. ഓറൽ കെയർ നമുക്ക് വരുന്ന മൗത്ത് വാഷ്, പേസ്റ്റ്, ബ്രഷ് പോലത്തെ ഉൽപ്പന്നങ്ങൾ, വുമൺ ഹൈജീൻ ആയിട്ടുള്ള സാനിറ്ററി നാപ്കിൻ പോലത്തെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രൊഡക്റ്റുകൾ, അതുപോലെ സ്ത്രീകളുടെ ജോലിഭാരം കുറയ്ക്കാൻ പറ്റുന്ന നിലം തുടയ്ക്കാനും പാത്രം കഴുകാനും ഡ്രസ്സ് വാഷ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വെള്ളം കുറച്ച് സമയം ലാഭിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന വീട്ടുവളപ്പിൽ പോലും നമ്മൾ കൃഷി ചെയ്യണമെങ്കിൽ അതിനെ വിഷരഹിതമായ രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ, കൂടാതെ മെൻസ് ഗ്രൂമിംഗ് പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ കളർ കോസ്മെറ്റിക്, ഇന്ന് പല കോസ്മെറ്റിക് ഉപയോഗിച്ചിട്ട് കിഡ്നി ഫെയിലിയർ വരെ വരുന്ന ഒരു അവസരമുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് നമ്മളെ സേഫായിട്ട് നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ മേക്കപ്പ് പ്രൊഡക്ട്സുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. കൂടാതെ സ്കിൻ ഫോർമുല 9 എന്നുള്ള ബ്രാൻഡിൽ നമുക്ക് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ടത് വെസ്റ്റേജ് പ്രൈം എന്ന കാറ്റഗറി, അതായത് ഭൂമിയിൽ നിന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് സോഴ്സ് നടക്കുന്നതാണ്. അത് ഒറ്റ പ്രൊഡക്റ്റ് ഉണ്ട്. ഇതിൽ കാണുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ CMD, അതായത് കോൺസെൻട്രേറ്റഡ് മിനറൽ, ഈ ഒറ്റ പ്രൊഡക്റ്റ് മതി നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നത് US ഉത്താ ലേക്ക്, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ മിനറൽസ് ഉള്ള തടാകമാണ് ഉത്താ ലേക്ക്. ഈ ഉത്താ ലേക്ക് നടക്കുന്ന വെള്ളത്തിന് 50 ലിറ്റർ വെള്ളത്തിന് 2 വർഷം കൊണ്ട് 1 ലിറ്ററാക്കി ചുരുക്കിയിട്ടാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആക്കുന്നത്. അതായത് ഒന്നും ചേർക്കാതെ നമുക്ക് തരുന്നത്, വേറെ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെയാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും ക്വാളിറ്റിയിലാണ് ഓരോ പ്രൊഡക്റ്റും നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ അത്ര നമുക്ക് റിസൾട്ട് ഓറിയന്റഡ് ആണ്, റിസർച്ച് ഓറിയന്റഡും ആണ്, റിസൾട്ട് ഓറിയന്റഡ്. കാരണം ഓരോ പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോൾ വർഷങ്ങൾ റിസർച്ച് ചെയ്തിട്ടാണ് ഓരോ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയതാണ്. ഓരോ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമുക്ക് ആ പ്രൊഡക്റ്റ് വീണ്ടും വീണ്ടും നമ്മൾ വാങ്ങി ഉപയോഗിക്കാൻ തോന്നും. കാരണം അതിന്റെ റിസൾട്ടുകളും അതിന്റെ ഗുണമേന്മയും ഇതൊക്കെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇതിന്റെ ഉപഭോക്താവാക്കി മാറ്റുന്നത്. നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ഇതിന് കൺസ്യൂമർ ആയിട്ട് സീരിയസ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ, അതുപോലെ ഫിറ്റ്നസ്, നമ്മളെ ഫാറ്റ് ലോസ്, വെയിറ്റ് ലോസ് അല്ല ഫാറ്റ് ലോസ്, നമ്മൾ ഫാറ്റിനെ കുറയ്ക്കാൻ പറ്റുന്നത്. വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മളെ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മളെ ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ബോണിന്റെ വെയിറ്റ്, അതുപോലെ നമ്മളെ മസിൽസ്, അതുപോലെ തന്നെ നമ്മളെ സ്കിൻ, ഇതെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ വെയിറ്റ് കുറഞ്ഞ സമയത്ത് ബോണിന്റെ സ്ട്രെങ്ത് കുറഞ്ഞാൽ മസിൽസിന്റെ സ്ട്രെങ്ത് ഒക്കെ കുറയുന്നതാവും. നമ്മൾ പലപ്പോഴും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഭക്ഷണമൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ചെയ്യാം, നമ്മൾ ഫാറ്റ് ലോസ് ആണ്, നമ്മൾ ഫാറ്റിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഫാറ്റിനെ മാത്രം കുറച്ചുകൊണ്ട് നമ്മളെ വെയിറ്റ് കുറയ്ക്കുന്ന ഒരു രീതിയാണ് ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ് എന്നാണ്. അതുപോലെ ഗ്ലൈസിമിക് ഹെൽത്ത്, നമ്മളെ ഷുഗർ പോലത്തെ ഡയബറ്റിക് പോലുള്ള അസുഖങ്ങൾ നമ്മൾ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ, നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളാൻ, അങ്ങനെ നിരവധി പ്രൊഡക്റ്റുകളാണ് നമുക്ക് തരുന്നത്. ഞാൻ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ സമയം ഒരുപാട് എടുക്കുകയാണ്, ജസ്റ്റ് ടച്ച് ചെയ്ത് പോയത്. അത് കൂടാതെ നമ്മൾ ഈ 60% നമുക്ക് തരുന്നത് 9 രീതികളായിട്ടാണ്. ഒന്ന് സേവിങ്സ് ഓൺ കൺസപ്ഷൻ 10 മുതൽ 30%, കൂടാതെ അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ് ഉണ്ട് 5 മുതൽ 16%, ഡയറക്ടർ ബോണസ് 15%, ടീം ബിൽഡിംഗ് ബോണസ് 3%, ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് 18%, ട്രാവൽ ഫണ്ട് 3%, കാർ ഫണ്ട് 5%, ഹൗസ് ഫണ്ട് 3%, എലക്ട്രിക് ബോണസ് 2%. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ബോണസുകളും ഫണ്ടുകളാണ്. നിങ്ങൾ ഇത്രയും കാലം ഈ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾ കടകൾ മാറി മാറി വാങ്ങി ഉപയോഗിച്ചിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു ബോണസോ ഏതെങ്കിലും ഒരു ഫണ്ടോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? കാലാകാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അത് നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരുപാട് കാലങ്ങളിൽ 10-20 വർഷമായിട്ട് നമ്മൾ ഒരു കടയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് നമുക്ക് ട്രാവൽ പോകാനുള്ള ഒരു ഫണ്ടോ കാറ് വാങ്ങാനുള്ള ഫണ്ടോ അല്ലെങ്കിൽ ഹൗസ് വീട് വെക്കാനുള്ള ഫണ്ടോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷോപ്പ് ഒന്ന് മാറ്റുമ്പോൾ ഇത്തരത്തെ ഫണ്ടുകളും ബോണസുകളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെ നമുക്ക് വെസ്റ്റേജുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം? ഇവിടെ വെസ്റ്റേജുമായി അസോസിയേറ്റ് ചെയ്യാൻ ലക്ഷങ്ങളും കോടികളൊന്നും മുടക്കേണ്ട ആവശ്യമില്ല. ആകെ ഒരു രജിസ്ട്രേഷൻ ഫീ എന്ന് പറഞ്ഞ സംഭവം പോലും ഇവിടെ ഇല്ല. കാരണം ഇവിടെ ആനുവലായിട്ട് ഒരു ഫീ വേണ്ട, പുതുക്കാനായിട്ട് ഒരു ഫീ വേണ്ട, ഒന്നും തന്നെ. നമ്മൾ ജസ്റ്റ് ഇതിലൊരു ഓൺലൈനായിട്ട് നമ്മുടെ ആപ്പിൽ നമ്മൾ ജസ്റ്റ് ഇത് രജിസ്റ്റർ ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്ത് അഡ്രസ്സും കാര്യങ്ങളും കൊടുത്ത് നമ്മൾ അഡ്രസ് പ്രൂഫ് നമ്മൾ അപ്ലോഡ് ചെയ്ത് KYC അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഭാഗം ഈ വെസ്റ്റേജിന്റെ ഭാഗമായി മാറും. പിന്നെ നമ്മൾക്ക് വേണ്ടുന്ന ഉൽപ്പന്നങ്ങൾ, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങാം. നിങ്ങൾക്ക്
ഉപയോഗിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമ്പനിക്ക് തിരിച്ചു കൊടുക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മറ്റുള്ളവർക്കും കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഉൽപ്പന്നം, അതായത് ഒരു 10,000 റുപ്പീസിന്റെ ഉൽപ്പന്നം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ വീട്ടിൽ വാങ്ങി വെക്കുക. നിങ്ങളൊരു മാജിക് കോർണർ സെറ്റ് ചെയ്യുക. നിങ്ങളൊരു വീടിനുള്ളിൽ, കാരണം ഇപ്പൊ നമ്മുടെ ഷോക്കേസിലൊക്കെ പറഞ്ഞാൽ കുറെ ഫോട്ടോസും അലങ്കാര വസ്തുക്കളൊക്കെ ആയിരിക്കും. നമുക്ക് ഒരു ഗുണമില്ല, നമ്മൾക്കും ഗുണമില്ല, കാണുന്നവനും ഗുണമില്ല. പക്ഷെ ഇവിടെ ഈ പ്രൊഡക്റ്റുകൾ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഷോക്കേസിൽ നമ്മൾ ഈ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കും ഗുണമാണ്, വരുന്നവനും കാണുന്നവനും ഗുണമാണ്. അപ്പൊ അത്തരത്തിലൊരു മാജിക് കോർണർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 3 രീതിയിൽ നമുക്ക് ഇതിനെ അസോസിയേറ്റ് ചെയ്യാം: കൺസ്യൂമർ ആയിട്ടും, പ്രോസ്യൂമർ ആയിട്ടും, ഓൺട്രപ്രണർ ആയിട്ടും. അതായത് കൺസ്യൂമർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ള വ്യക്തി ആരാണോ അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങാം. ഇനി പ്രോസ്യൂമർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺസ്യൂമർ ഐ ഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വെസ്റ്റേജ് തരുന്ന എല്ലാ ഓഫറുകളും നേടിയെടുത്തുകൊണ്ട് പ്രോഫിറ്റ് മേക്കിംഗ് കൺസ്യൂമർ ആയിട്ട് നിങ്ങൾക്ക് നിലകൊള്ളാം. ഇനി ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സംരംഭകരാവാം. കൺസ്യൂമറും പ്രോസ്യൂമറും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരിലൂടെ വലിയ ഒരു ഓൺട്രപ്രണർ ആയിട്ട് മാറാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. എന്താണ് ഒരു പ്രോസ്യൂമർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് നോക്കാം. ഒന്ന്, ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടുന്നു. ISO സർട്ടിഫിക്കറ്റിലെ പ്രൊഡക്റ്റുകളാണ്. 100% മണി ബാങ്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. 10 മുതൽ 30% ഡിസ്കൗണ്ടും, 10% ഫ്രീ പ്രൊഡക്റ്റും, 5 മുതൽ 16% ക്യാഷ് ബാക്കും, 20% കണ്ടിന്യൂസ് പർച്ചേസിന് ഫ്രീ പ്രൊഡക്റ്റും. ഇതെല്ലാം തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു 3,500 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിന് 3,500 കൊടുക്കണ്ട. നിങ്ങൾ 3,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3,500 രൂപയുടെ MRP ഉള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്കത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അത് കൊടുക്കുകയാണെങ്കിൽ അവിടെ 500 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സേവിങ്സ് ആയിട്ടോ മാറ്റാൻ പറ്റും. കൂടാതെ അതിന്റെ കൂടെ തന്നെ എല്ലാ മാസം 18-ാം തീയതിക്കുള്ളിലാണ് എനിക്ക് ചെയ്യുന്നത് ഒരു 10% ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 300 രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ഉണ്ടാവും. കൂടാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ഒരു 144 രൂപ, 5 മുതൽ 16% ക്യാഷ് ബാക്ക് കിട്ടുന്നതിൽ ഒരു 144 മുതൽ 200 രൂപ നമ്മൾ ക്യാഷ് ബാക്ക് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. കൂടാതെ നമ്മൾ 4 മാസം തുടർച്ചയായിട്ട് നമ്മൾ ചെയ്താൽ, എല്ലാ മാസം 14-ാം തീയതിക്കുള്ളിൽ 4 മാസം തുടർച്ചയായിട്ട് നമ്മളൊരു 100 പോയിന്റ് ചെയ്താൽ, 100 പോയിന്റ് ആകുമ്പോൾ ഏകദേശം 3,000 മുതൽ 3,500 രൂപ വരെ ആ പോയിന്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 5-ാമത്തെ മാസം നമുക്ക് 3,000 രൂപയുടെ MRP, അതായത് 2,515 രൂപയുടെ പ്രൈസിലുള്ള ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് തീർച്ചയായിട്ടും ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഒരു വ്യക്തിക്ക് 56% വിലക്കുറവിൽ ഇന്റർനാഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മഹത്തരമായുള്ള അവസരമാണ് നമുക്ക് വെസ്റ്റേജ് തരുന്നത്. ഓക്കെ, എന്താണ് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി? അതായത് ഇവിടെ പറഞ്ഞു, നമ്മൾ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 30 മുതൽ 35 രൂപ വരെ ഒരു പോയിന്റ് ആണ്. അപ്പൊ ആ ഒരു പോയിന്റ് മുതൽ 599 പോയിന്റ് വരെ നമുക്ക് 5%, അത് 600 പോയിന്റ് എത്തുന്നതിന് 8%, അത് 2,400 പോയിന്റ് ആകുമ്പോൾ 12%, അത് 5,500 പോയിന്റ് ആവുന്ന സമയത്ത് 16% നമുക്ക് ഇൻസെന്റീവ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. കൂടാതെ 600 പോയിന്റ് എത്തുന്ന സമയത്താണ് 8% എങ്കിൽ നമ്മൾ ജോയിൻ ചെയ്ത് നമ്മൾ 600 പോയിന്റിന് എത്തുന്നതിന്റെ മുന്നേ നമ്മൾ 300 പോയിന്റ് ഉണ്ടാക്കിയാൽ നമ്മൾ ഫാസ്റ്റ് സ്റ്റാർട്ട് 8% ആവും. ആ സമയത്ത് നമുക്കൊരു 750 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കമ്പനി തരുന്നുണ്ടാവും. കൂടാതെ നമ്മൾ 5,500 പോയിന്റ് എത്തണമെങ്കിൽ നമ്മൾ 16% എത്തുമെങ്കിൽ ആ 4,500 പോയിന്റ് ഒരു മാസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ 16%ലേക്ക് എത്തുന്നുണ്ടാവും. ഇനി എങ്ങനെയാണ് ഇതിലൂടെ ഈ അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങളൊരു 300 പോയിന്റിന്റെ ഉൽപ്പന്നം നിങ്ങൾ ഒരു മാസം വാങ്ങി, അപ്പൊ നിങ്ങൾക്ക് 3,000 രൂപയ്ക്കുള്ള ഉൽപ്പന്നം വാങ്ങി, അപ്പൊ നിങ്ങൾക്ക് 100 പോയിന്റ് ആണ് ആഡ് ആയത്. ആ 100 പോയിന്റ് ആഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ബിസിനസ് വോളിയത്തിന് അനുപാതികമായിട്ട് ഒരു 5% നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടാവും. നെക്സ്റ്റ് മന്ത് നിങ്ങൾ ഒരു 500 പോയിന്റ് ചെയ്തു. ഞാനൊരു ഉദാഹരണമാണ് പറഞ്ഞത്, ഒരു കാൽക്കുലേഷൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. 500 പോയിന്റ് ചെയ്ത് ഒരു 15,000 രൂപയ്ക്കുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങി. ഒരു 15,000 രൂപയ്ക്കുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിയ സമയത്ത് ഒരു 600 പോയിന്റ് ആയി നിങ്ങൾക്ക് ആഡ്. ഇതെങ്ങനെ 600 പോയിന്റ് ആയി? കാരണം നിങ്ങൾ ചെയ്തതിന് 500 പോയിന്റേ വന്നിട്ടുള്ളൂ. പക്ഷെ ഇവിടെ അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം കഴിഞ്ഞ മാസം ചെയ്ത 100 പോയിന്റും ഈ മാസം ചെയ്ത 500 പോയിന്റും കൂടി കൂട്ടുന്ന സമയത്ത് അത് 600 പോയിന്റ് ആയി. അപ്പൊ 600 പോയിന്റ് ആകുമ്പോൾ നമ്മൾ സ്ലാബിലേക്ക് നോക്കുമ്പോൾ 8% എത്തിയിട്ടുണ്ട്. അപ്പൊ 8% തരിക, 600 പോയിന്റിന് 8% തരില്ല. അത് കാരണം 100 പോയിന്റ് കഴിഞ്ഞ മാസം തന്നതാണ്. അതുകൊണ്ട് രണ്ടാമത് ചെയ്ത 500 പോയിന്റിന് 8% ആയിരിക്കും നമ്മൾ കിട്ടുന്നുണ്ടാവുക. ഇനി മൂന്നാമത്തെ മാസം നമ്മൾ ഒരു 1,800 പോയിന്റ്, ഒരു 54,000 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തെന്ന് കൂട്ടാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1,800 പോയിന്റ് കയറിയെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ അത് 8% നമ്മൾ കിട്ടുന്നത്. പക്ഷെ ഇവിടെ കഴിഞ്ഞ മാസം എന്റെ മുന്നത്തെ മാസം ചെയ്ത പോയിന്റ് കൂടി കൂട്ടുമ്പോൾ 2,400 പോയിന്റ് ആയിരുന്നു. അപ്പൊ 2,400 പോയിന്റ് എത്തുന്ന സ്ലാബിലേക്ക് നോക്കുമ്പോൾ 12%. അപ്പൊ ഈ 1,800 പോയിന്റിന് 12% നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നാൽ തന്നെ നമ്മുടെ പേഴ്സൻറ്റേജ്, നമുക്ക് കിട്ടുന്ന പൈസയുടെ പേഴ്സൻറ്റേജ് ലെവൽ കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും വർഷമായിട്ട് നിങ്ങളൊരു കടയിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങിയിട്ട് എത്രയോ പേഴ്സൻറ്റേജുകൾ നിങ്ങൾ കടന്നുപോയി. നിങ്ങൾക്ക് എന്ത് വരുമാനമാണ് നമുക്ക് ഇതിൽ കിട്ടിയത്? ഒന്നും തന്നെ ഇല്ല. ഇവിടെ ഒന്ന് ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരുപാട് വരുമാനങ്ങൾ നമ്മളെ കാത്തിരിക്കാം. അങ്ങനെ നമ്മളൊരു 5,500 പോയിന്റ് എത്തുന്ന സമയത്ത് നമ്മൾ കമ്പനി റെക്കഗ്നൈസ് ചെയ്യും. ബ്രോൺസ് ഡയറക്ടർ എന്ന് പറഞ്ഞ പേര് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യും.
ബ്രോൺസ് ആകുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, നമ്മളിലൂടെ വരുന്ന കൺസ്യൂമർ ശൃംഖല, അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു കൺസ്യൂമേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്ന നിരവധി ആളുകളെയാണ് നമ്മൾ ക്രിയേറ്റ്. അത്തരത്തിലുള്ള ആളുകളുടെ ഒരു ശൃംഖലയാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. അല്ലാതെ ഇതൊരു ആളെ ചേർക്കുന്ന പരിപാടിയോ ലെഫ്റ്റും റൈറ്റും ആളെ ചേർത്ത് പൈസ ഉണ്ടാകും. ഇവിടെ ആളുകൾ വന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ഇവിടെ വന്ന ആളുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലൂടെയാണ്, ഇവിടെ വോളിയം ചെയ്യുമ്പോഴാണ് വരുമാനങ്ങൾ. ഇപ്പൊ നിങ്ങൾ 100 പേര് നിങ്ങളെ കൂടെ വന്നു, ആ 100 പേര് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്കും വരുമാനം സീറോ ആണ്, അവർക്കും വരുമാനം സീറോ ആണ്. ആ 100 പേര് ഒരു 1000 രൂപയ്ക്കുള്ള പർച്ചേസ് ചെയ്യണമെങ്കിൽ അവർക്കും വരുമാനം കിട്ടും, നിങ്ങൾക്കും വരുമാനം കിട്ടും. അപ്പൊ ആ വന്ന ആളുകൾ അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിലൂടെയാണ്, ആ ഉൽപ്പന്നം വാങ്ങുന്ന ആ ഒരു വോളിയത്തിലൂടെയാണ് ഇവിടെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 5500 പോയിന്റ് എത്തുന്ന സമയത്ത് നമ്മൾ ബ്രോൺസ് ഡയറക്ടർ എന്ന് വിളിക്കുന്ന ആ സമയത്ത് നമുക്കൊരു ഡയറക്ടർ ബോണസും ടീം ബിൽഡിംഗ് ബോണസും കൂടി അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ. റീറ്റെയിൽ പ്രോഫിറ്റിന്റെയും പെർഫോമൻസ് ബോണസിന്റെയും കൂടെ നമുക്ക് ഏകദേശം ഒരു മിനിമം ഒരു 3000 രൂപ മുതൽ 15000 20,000 ഒക്കെ നമുക്ക് വാങ്ങാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു എമൗണ്ട് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്തുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ കൊണ്ടുവരുന്ന കൺസ്യൂമേഴ്സിന്റെ എണ്ണവും അവർ വാങ്ങുന്ന വോളിയവും കൂടി കൂട്ടിച്ചേരുമ്പോൾ എത്ര വോളിയത്തിലൂടെയാണ് നമ്മൾ ആവുന്നത്. ഇപ്പോൾ ഒരു 2000 PV-യിലാണ് പോയിന്റിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വളരെ കുറഞ്ഞ വരുമാനമായിരിക്കും കിട്ടുക. അതേ പൊസിഷൻ നമ്മൾ 10,000 PV-യിലാണെന്നുണ്ടെങ്കിൽ വരുമാനം നമ്മൾ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഈ കൺസ്യൂമർ നെറ്റ്വർക്കും കൂടി ഉണ്ടാക്കുന്ന വോളിയത്തിന് അനുപാതികമായിട്ടാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് വരുമാനം പറയാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ വോളിയം കൂടിക്കഴിഞ്ഞാൽ വരുമാനം കൂടും, വോളിയം താഴ്ന്നു കഴിഞ്ഞാൽ വരുമാനം കുറയുന്നുണ്ടാവും. ഓക്കെ, ഇനി ഇതിന്റെ ഏറ്റവും പവിത്രമായിട്ട് ലെവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിൽവർ ഡയറക്ടറാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമെന്നാണ്. അതായത് ഒരു ബിസിനസ്, നമ്മൾ തുടങ്ങിയ ബിസിനസ് വേറൊരു വ്യക്തി തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് ആ വ്യക്തി പൂട്ടിപ്പോവാനും അയാൾ ചിന്തിക്കുന്നത് നമ്മൾ സ്ഥാപനം പൂട്ടാനും വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇതേ ബിസിനസ് നമ്മളെ കൂടുതൽ ആൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വിജയിച്ചിട്ടില്ലെങ്കിലും ആ വ്യക്തിനെ വിജയിപ്പിക്കണം എന്നുള്ള. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് വിജയിക്കണമെങ്കിൽ അദ്ദേഹത്തിനെ വിജയിപ്പിക്കണം. നമ്മളെ കൂടെ വന്ന ഓരോ വ്യക്തികളെ വരുമാനം കൂട്ടിയിട്ട് അവരോട് വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് നമുക്ക് വരുമാനം കൂടുന്നത്. നമ്മൾക്ക് വരുമാനം കൂടണമെങ്കിൽ ഒരൊറ്റ കാര്യമേ നമ്മൾ ചെയ്യേണ്ടൂ, നമ്മളെ കൂടെ വന്ന ആളുകളുടെ വരുമാനം കൂട്ടിക്കൊടുക്കുക. അവരുടെ വരുമാനം കൂടുതലാക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ വരുമാനം കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. അപ്പോൾ സിൽവർ ഡയറക്ടർ ആവുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു അടിപൊളി ഒരു ഫണ്ട് ഉണ്ട്, ട്രാവൽ ഫണ്ട്. നമുക്ക് ട്രിപ്പ് പോകാനുള്ള ഒരു ഫണ്ടും കൂടെ നമുക്ക് കിട്ടുന്നുണ്ടാവും. അതുകൂടാതെ LOB ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് നമുക്ക് കിട്ടുന്നുണ്ടാവും. സിൽവർ ആവുന്ന സമയത്ത് പല ആളുകളിൽ നിന്ന് 30,000 വാങ്ങുന്ന ആളുകളുണ്ട്, 40,000 50,000 വാങ്ങുന്ന സിൽവർ ഡയറക്ടേഴ്സ് ഉണ്ട്. അത് ആ വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ട്രിപ്പുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. കൂടാതെ നമ്മൾ 2 വ്യക്തികളെ നമ്മൾ ബ്രോൺസ് ആക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവന്ന വ്യക്തികൾ തന്നെ വേണമെന്നില്ല, നമ്മൾ കൊണ്ടുവന്ന ആ കൺസ്യൂമർ ശൃംഖലയിൽ ആ ടീമിലുള്ള ആരെങ്കിലും ഒരാളായാലും മതി. അവിടെ 2 ടീമുകളിൽ 2 ബ്രോൺസിനെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വിളിക്കുന്ന ഗോൾഡ് ഡയറക്ടർ വിളിക്കണം. അപ്പോൾ നമ്മൾ ഒന്നും കൂടി കൂടുന്നുണ്ടാവും. നമ്മൾ 3 വ്യക്തികളെ നമ്മൾ ബ്രോൺസ് ആക്കുന്ന സമയത്ത് നമ്മൾ വിളിക്കുന്ന സ്റ്റാർ ഡയറക്ടർ. ആ സമയത്താണ് നമുക്കൊരു അടിപൊളി ഫണ്ട്, നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട കാറ് വാങ്ങാനുള്ള ഒരു ഫണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഞാനും വാങ്ങിയ സുഹൃത്തുക്കളെ ഒരു ചെറിയ കാറ്, കാരണം ഒരു 10,36,000 രൂപയ്ക്ക് വില വരുന്ന ഒരു കാറ് ഞാനും വാങ്ങി. കാരണം എനിക്ക് ആ കാറ് വാങ്ങാനുള്ള ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തന്നത്, എനിക്ക് ശേഷം സംസാരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുണ്ട്, ഒരു യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറാണ്. അദ്ദേഹം ഒരു കാറ് വാങ്ങി, അദ്ദേഹത്തിന്റെ ഫാമിലി ഒരു കാറ് വാങ്ങിയ സമയത്ത് എനിക്കും കാറ് വാങ്ങുന്നത് ആഗ്രഹം തോന്നി. ആ ഒരു മോട്ടിവേഷനിലാണ് ഞാനും ഈ ബിസിനസ് ചെയ്തത്. അപ്പൊ എനിക്ക് ശേഷം എന്റെ റോൾ മോഡൽ ആയിട്ടുള്ള ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ 4 വ്യക്തികളെ നമ്മൾ സക്സസ്ഫുൾ ആക്കുന്ന സമയത്ത് നമ്മൾ ഡയമണ്ട് ഡയറക്ടർ കളിക്കേണ്ടാവും. ആ സമയത്ത് നമുക്കൊരു യൂറോപ്യൻ ട്രിപ്പ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. 6 വ്യക്തികളെ നമ്മൾ സക്സസ്ഫുൾ ആക്കിയൊക്കെ നമ്മൾ ടൗൺ ഡയറക്ടർ കളിക്കണം. ആ സമയത്ത് നമുക്ക് ഹൗസ് ഫണ്ട്, നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു വീട് വെക്കാനുള്ള ഫണ്ട് കൂടി ഉണ്ടാവും. നമ്മൾ കേരളത്തിൽ തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ ബെഡ്റൂമിൽ തന്നെ സ്വിമ്മിംഗ് പൂൾ ഉള്ള ഒരു വീട് ഇതിൽ വരുന്ന ഒരു വ്യക്തി, അതായത് ഈ ഹൗസ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിരവധി വ്യക്തികൾ ഈ ഹൗസ് ഫണ്ട് ഉപയോഗിച്ചിട്ട്, സ്ത്രീകൾ വീട്ടമ്മമാർ തന്നെ ഇതിലൂടെ ഈ ഹൗസ് ഫണ്ട് ഉപയോഗിച്ചിട്ട് നല്ല നല്ല ഭവനങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം പവിത്രമായുള്ള ഒരു ഫണ്ടാണ് ഈ ഹൗസ് ഫണ്ട്. വീട് എന്ന് പറഞ്ഞ എല്ലാവരുടെയും സ്വപ്നമാണ്. അതുപോലെ നമ്മൾ 8 ഓർഗനൈസേഷൻ നമ്മൾ ബ്രോൺസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുന്നുണ്ടാവും നമ്മളെ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. എനിക്ക് ശേഷം നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ഒരു യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്? ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്. നമുക്കറിയാം, നമ്മളിത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ഒരു ബിസിനസ് കണ്ടിട്ടില്ല. എന്തൊരു ബിസിനസ്, തട്ടുകട തുടങ്ങുകയാണെങ്കിൽ അവിടെയും വേണം സുഹൃത്തുക്കൾ ഒരു ഇൻവെസ്റ്റ്മെന്റ്. ഒരു പെട്ടിക്കട തുടങ്ങിയാൽ അവിടെയും വേണം, ഒരു കടല കച്ചവടം ചെയ്യുകയാണെങ്കിൽ അവിടെയും വേണം നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ ഇവിടെ 5 പൈസ മുതൽ മുടക്കാതെ നമുക്കൊരു ലോകോത്തരമായുള്ള ഒരു ബിസിനസ് നമുക്ക് ചെയ്യാൻ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായിട്ട്. അതുകൊണ്ട് തന്നെ വെറുതെ കിട്ടുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഇതിന്റെ വാല്യൂ തിരിച്ചറിയാറില്ല.
അതുപോലെ തന്നെ റിസ്ക് ഇല്ല, ഒരു ടെൻഷനും റിസ്ക്കും ഇല്ലാതെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഫാമിലി ബിസിനസ് ആണ്, പ്രീവിയസ് എക്സ്പീരിയൻസ് വേണ്ട, നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. പാസീവ് ഇൻകം നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റും. ഒരു പാർട്ട് ടൈം ബിസിനസ് നമുക്ക് ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റും. പേഴ്സണാലിറ്റി നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈം ഫ്രീഡം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരൊറ്റ കാര്യമേ നിങ്ങൾ ചിന്തിക്കേണ്ടുള്ളൂ, എങ്ങനെ ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിക്കാനേ പാടില്ല, എന്തിന് ചെയ്യണം എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. കാരണം ഞാൻ അങ്ങനെ ചിന്തിച്ചൊരു വ്യക്തിയാണ്. ഞാൻ ഈ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് വരുമാനം ബാങ്കിൽ നിന്ന് തികയാതെയപ്പോൾ ഞാനൊരു ഫാൻസി ഷോപ്പ് ഇട്ടു. അപ്പോൾ എന്റെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ 9:30 വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ ബാങ്കിൽ 9:45 തിരിച്ച് ഒരു 6:30 ബാങ്കിൽ നിന്ന് ഇറങ്ങും. 6:30 ബാങ്കിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്ന ഫാൻസി ഷോപ്പിലേക്കാണ്. പിന്നെ ആ ഫാൻസി ഷോപ്പ് ഞാൻ പൂട്ടിയിട്ട് വീട്ടിലെത്തുന്നത് 11:30 മണിക്കാണ്. അപ്പൊ എന്റെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 9:30 മുതൽ 11 വരെ. അപ്പൊ ഞാൻ ഈ ബിസിനസ് കണ്ട സമയത്ത് എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ബിസിനസ്സിൽ ഉണ്ടാവില്ല. കാരണം എനിക്കിത് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ ചിന്തിച്ചു, എന്തിനു വേണ്ടി ചെയ്യണം. എന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ എനിക്ക് ഇതല്ലാതെ ഒരു മാർഗമില്ല. എനിക്ക് കിട്ടിയ പിന്നെ ഒരു പിടിവള്ളിയാണ്. ഈ പിടിവള്ളിക്ക് ഞാൻ ISI മാർക്ക് ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് അത്രമാത്രം പവിത്രമായിട്ടുള്ള ഒരു പ്ലാനാണ്, അത്രമാത്രം നല്ല ബിസിനസ് ആണെന്ന് മനസ്സിലാക്കി ഇതിനെ മുറുകെ പിടിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടുള്ളൂ, എന്തിനാണ് നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അത് മാത്രം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ എന്തിനു വേണ്ടി എന്നുള്ള ഉത്തരം, എങ്ങനെ വേണം എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ഇവിടെ വിന്നിൻ ടീം ഉണ്ട്, നിങ്ങളെ അപ്ലയൻസ് ലീഡേഴ്സ് ഉണ്ട്, വെസ്റ്റേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തിനു വേണ്ടി തീരുമാനിക്കണം ചെയ്യണം എന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ഒരു വ്യക്തിയെ മാത്രമേ ഉള്ളൂ. ആ എന്തിനു വേണ്ടി, വൈ വെസ്റ്റേജ്, എന്തിനു വേണ്ടി നിങ്ങൾ വെസ്റ്റേജ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ ശക്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ 3 വിഭാഗം ആളുകളും നിങ്ങളെ കൂടെ നിൽക്കും, നിങ്ങളെ സ്വപ്നങ്ങൾ നേടിത്തരാൻ വേണ്ടിയിട്ട്. ഇന്ന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളെ സ്വപ്നങ്ങൾ ഞങ്ങൾ നേടിത്തരാൻ വന്നുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ കൂടെ നിന്നിട്ടുണ്ടോ? ആരൊന്നുമില്ല. പക്ഷെ ഇവിടെ ഭിന്നിന്റെയും പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ അത് ഞങ്ങൾ നേടിത്തരാൻ തയ്യാറാണ്, നിങ്ങളെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിന് എങ്ങനെ ചെയ്യണമെന്ന് ചിന്തിക്കണം. എങ്ങനെ ചെയ്യണം നിങ്ങൾ ചിന്തിക്കേ വേണ്ട, എന്തിന് ചെയ്യണം എന്നുള്ളതിൽ ഒരു ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. കാരണം ഇതൊരു ടീം വർക്കാണ്. ഇത് നമ്മൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഒരു കൂട്ടം ആളുകൾ ചേർന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റും. ഏതൊരാൾക്കും, അതായത് ഈ ഒരു പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ, വിന്നിൻ ടീമിന്റെ ഒരു പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ പണ്ഡിതനും പാമരനും പണക്കാരനും ദരിദ്രനും ഒന്നിച്ച് നിൽക്കുന്ന, ഒരുപോലെ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് നാളത്തെ ഒരു ദിവസം ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും മുറാക്കുളസ് ആയിട്ടുള്ള ദിവസം കാണാം. കാരണം ഒരു വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ഒരു ബസ്സിൽ പൂ വിറ്റുന്ന നടന്ന ഒരു വ്യക്തി, കർണാടക സ്വദേശി സായി റെഡ്ഡി എന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ഈ ബിസിനസ് കാണുന്ന സമയത്ത് അദ്ദേഹം എന്തിനു വേണ്ടി ചെയ്യണമെന്ന് ചിന്തിച്ചു, എങ്ങനെ ചെയ്യണമെന്നല്ല എന്തിനു വേണ്ടി ചെയ്യണമെന്ന് ചിന്തിച്ചു. അതിന് ഉത്തരം കണ്ടെത്തി. അദ്ദേഹത്തിന് കടങ്ങൾ തീർക്കാൻ വേണ്ടി അദ്ദേഹം ബസ്സിൽ ജോയിൻ ചെയ്തു. സമയമില്ലാഞ്ഞിട്ടും അദ്ദേഹം ബിസിനസ് ചെയ്തു. 5 വർഷം കൊണ്ട് അദ്ദേഹം 5 ലക്ഷം മാസം വരുമാനത്തിലേക്ക് എത്തിയൊരു വ്യക്തി. അദ്ദേഹത്തിന്റെ സ്റ്റോറി നമുക്ക് കേൾക്കാൻ പോവാണ്. നാളെ തൃശ്ശൂർ ജില്ലയിൽ അദ്ദേഹം സംസാരിക്കുകയാണ് നമ്മളോട്. അദ്ദേഹത്തിന്റെ സ്റ്റോറി കേൾക്കാൻ പോകണം. മറ്റന്നാൾ അദ്ദേഹം തലശ്ശേരിയിൽ, കണ്ണൂർ ജില്ലയിലും സംസാരിക്കും. 2 സ്ഥലങ്ങളാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ടിക്കറ്റ് അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല. നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ച വ്യക്തിയുമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിനോട് അതിന്റെ ടിക്കറ്റ് ചോദിച്ച് വാങ്ങുക. നിങ്ങൾ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്കും ഇതുപോലെ ആവാൻ സാധിക്കുന്നുണ്ടാവും. ഇവിടുത്തെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇതൊരു ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഒരു വ്യക്തി ചെയ്തെങ്കിൽ അത് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഇനി വരുന്ന ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും. ഞാനിതൊരു ക്രൗൺ ഡയറക്ടർ ആയെങ്കിൽ നിങ്ങൾക്കും ക്രൗൺ ആവാൻ പറ്റും. ഓരോരുത്തർക്കും എല്ലാവർക്കും കൊടുക്കുന്ന തുല്യമായുള്ള അവസരം, ഒരേപോലത്തെ അവസരങ്ങൾ കൊടുത്തുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് വളരാൻ സാധിക്കും. ഓക്കെ, വിഷ്വൽ താങ്ക് യു. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. താങ്ക് യു ഓൾ. Wow, great. Such an amazing presentation. Really eye-opening presentation. ശരിക്കും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അനിൽ സാർ എനിക്ക് ഇത്തരത്തിൽ ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നത് ഇത്ര മനോഹരമായിരുന്നില്ല. പക്ഷെ ഇതിനുള്ള എന്തോ ഉണ്ട് എന്നുള്ള ഒരു തോന്നലാണ് എന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അപ്പൊ ശരിക്കും നമ്മൾക്ക് ഇന്ന് നമ്മൾ എന്നുള്ള വ്യക്തി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കുറച്ച് സമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ ഓൺലൈനിലും ഇതിലൊക്കെ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ ഈ ചെലവഴിച്ച സമയം നമ്മൾക്ക് ഏറ്റവും വർത്ത് ആയിട്ടുള്ളതാണ്. അത് ഇനി നമ്മൾ തീരുമാനം എടുത്താൽ ശരിക്കും നമ്മളെ ലൈഫാണ് ടേൺ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇനി സംസാരിക്കാൻ പോകുന്ന വ്യക്തി നിങ്ങൾക്ക് ആ കോൺഫിഡൻറ്റും എല്ലാം നമ്മൾക്ക് നൽകുന്നുണ്ടാവും. കാരണം അത്രമാത്രം ഈ ഒരു മേഖലയിലൂടെ ഫ്ലറിഷ് ചെയ്ത വ്യക്തിയാണ്. കാരണം ഒരു മാർക്കറ്റിംഗ് മേഖല വർക്ക് ചെയ്യുന്ന സമയത്ത് ലൈഫ് രണ്ടറ്റം കൂട്ടിമുട്ടാത്ത ഒരു കണ്ടീഷൻ, ഒത്തിരി ബുദ്ധിമുട്ടുകളും കടബാധ്യതകളൊക്കെ വന്നു സ്ട്രഗിൾ അനുഭവിച്ച സമയത്താണ് വിന്നിൻ ടീം അദ്ദേഹത്തിന് മുന്നിൽ വെളിച്ചമായി വന്നത്. ആ വെളിച്ചം ഊതിക്കെടുത്താതെ ആളിക്കത്തിച്ച ഒരു മഹാപ്രതിഭയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് അദ്ദേഹം ഇസ് എ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. 8 കുടുംബത്തിലൂടെ 8000 അല്ല 80,000 അധികം കുടുംബങ്ങളിലേക്ക് സന്തോഷവും സമൃദ്ധിയും എത്തിച്ചിട്ടുള്ള ദ ഹൈലി ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി. ശരിക്കും എന്നെ ഈ ഒരു ബിസിനസ്സിൽ ഒത്തിരി മാനസികമായിട്ടും മറ്റ് സാമൂഹികമായിട്ടൊക്കെ വളർത്താൻ ഒരുപാട് കാരണക്കാരുള്ള വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം.
He's a real energetic, vibrant personality. Yes, warm welcome the real Universal Crown Director, Niju sir from Perumbavoor. Warm welcome, sir. Warm welcome the hot seat. ഓക്കെ താങ്ക് യു സോ മച്ച്. വളരെ മനോഹരമായിട്ട് പരിചയപ്പെടുത്തി. താങ്ക് യു. എന്നെ പരിചയപ്പെടുത്തിയ എൻ്റെ ഒരു നിജു എന്നാണ്. സാർ ഓഡിബിൾ അല്ലേ? Yes, sir. Audible ആണ്, visible ആണ്. ഓക്കെ താങ്ക് യു. എന്നെ പരിചയപ്പെടുത്തിയ എൻ്റെ ഒരു നിജു, വീട് പെരുമ്പാവൂരാണ്. ബേസിക്കലി ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നതിന് മുമ്പ് സെയിൽസ് ആൻഡ് മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. 17 വർഷം. ഇപ്പൊ 8 വർഷത്തിൽ കൂടുതലായിട്ട് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നു. വളരെയധികം സന്തോഷം, വളരെയധികം എന്താ പറയാ എക്സൈറ്റ്മെന്റിലാണ്. കാരണം ഇത്ര മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരാൻ പറ്റിയാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി എനിക്ക് പരിചയപ്പെടുത്തിയത് മിസ്റ്റർ സുരേഷ് കുമാർ ആൻഡ് മോണിക്ക സുരേഷ് ഫാമിലിയാണ്. ഈ ബിസിനസ്സിൽ ഡബിൾ ക്രൗൺ ഡയറക്ടറാണ്. എൻ്റെ വൈഫ് സൗമ്യ സ്കൂൾ ടീച്ചറാണ്, ആയിരുന്നു. ഇപ്പൊ ജോലിക്കൊന്നും പോകുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊരു ഏറ്റവും വലിയ മനോഹരമായിട്ടൊരു കാര്യം. ഈ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഇന്ന് എന്ത് മനോഹരമായിട്ടാണ് നമ്മുടെ അനീഷ് സാർ നമുക്ക് പ്രസന്റ് ചെയ്തത്. ശരിക്കും സാറിന് നല്ലൊരു കയ്യടി കൊടുക്കേണ്ടതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന രീതിയിൽ നല്ല എക്സൈറ്റ്മെന്റോട് കൂടി ശരിക്കും പറഞ്ഞ് ഈ പ്ലാൻ പ്രസന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ജീവിക്കുക എന്നൊക്കെ പറയില്ല, അത് ഉള്ളിന്ന് പറയാന്നൊക്കെ പറഞ്ഞ പോലെ. കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ വളരെ എനർജറ്റിക് ഉള്ള ആളുകളായിരിക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ പലതും നേടാൻ പറ്റുന്ന പ്രതീക്ഷയും നേടിക്കൊണ്ടിരിക്കുന്നു, എൻജോയ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോ ഞങ്ങളെ സംബന്ധിച്ച്, എന്നെ സൗമ്യയെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് കേട്ടപ്പോ ആദ്യമായിട്ട് ഞങ്ങൾ ചിന്തിച്ച കാര്യം അത്ര വലിയ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്യാമെന്ന് ചിന്തിച്ചിട്ടുണ്ടായില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, സൗമ്യ ജോലി ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു വരുമാന മാർഗമുണ്ട്. പക്ഷെ അവിടെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കിട്ടുന്ന വരുമാനം ഞങ്ങൾക്ക് സഫീഷ്യന്റ് അല്ലായിരുന്നു. കാരണം തികയുന്നില്ല. കുറച്ച് മാസാവസാനം സാലറി കിട്ടും, ആ സാലറി പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. അപ്പോ വരുമാനം അങ്ങോട്ട് എന്താ പറയാ തികയാത്തതുകൊണ്ട് തന്നെ ലയബിലിറ്റീസ് ഉണ്ട്. അത് മാത്രമല്ല ഒരു ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഒന്നും സേവ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമുണ്ട്. ഫാമിലിയുമായി സ്പെൻഡ് ചെയ്യാൻ ഒരു ക്വാളിറ്റി ടൈം ഇല്ല. ഒരു കുടുംബനാഥൻ എന്ന രീതിയിൽ ഒരു ഫാമിലി എന്റെ ഷോൾഡറിലായതുകൊണ്ട് ഈ ഉള്ള വരുമാനം നിന്നു പോയാൽ എങ്ങനെയാണ് ജീവിക്കുക? ഒരു എമർജൻസി ഫണ്ട് എന്റെ കയ്യിലില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന എന്റെ വൈഫിനോട് ഞാൻ ഈ സാമ്പത്തിക പ്രശ്നം ഒന്നും പറയാറില്ല. പക്ഷെ വീട്ടിൽ കുറച്ച് ഹോസ്പിറ്റൽ കേസും പല രീതിയിലുള്ള വരുമാനക്കുറവും എമർജൻസി ആയിട്ട് ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് ലയബിലിറ്റീസ് വന്നൊരു 10 ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് സുരേഷ് കുമാർ സാർ ഈ പ്രോഗ്രാം എന്നോട് പറയുന്ന സംബന്ധിച്ച് ഞാൻ ആകെ കൂടി ചിന്തിച്ച കാര്യം, ചെയ്യുന്ന ജോലിയെ ബുദ്ധിമുട്ടിക്കാതെ എന്റെ ഉള്ള വരുമാനത്തെ ബാധിക്കാതെ ഒരു അധിക വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി സാറ് പറഞ്ഞപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്യാൻ റീസൺ. കാരണം എനിക്ക് അറിയത്തില്ലായിരുന്നു. പലപ്പോഴും ഞാൻ എന്നോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത് എന്തുകൊണ്ട് എന്റെ ജീവിത ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നു? ഞാൻ കഷ്ടപ്പെടുന്നില്ലേ? ബുദ്ധിമുട്ടുന്നില്ലേ? 20 വയസ്സ് മുതൽ 37 വയസ്സ് മുതൽ 17 വർഷം ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല എനർജറ്റിക് ആയ സമയം, ഏറ്റവും ആവേശത്തോടു കൂടി ജോലി ചെയ്ത സമയം. പക്ഷെ എന്നിട്ട് പോലും എനിക്ക് എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് എനിക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല? പക്ഷെ ഞാൻ പഠിച്ചൊരു സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരും ഇതിനൊരു ഉത്തരം പറഞ്ഞു തന്നില്ല. കാരണം അവർക്കത് അറിയില്ല എന്നുള്ളതാണ് സത്യം. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് കേട്ടപ്പോഴാണ് എന്റെ ലൈഫിൽ എനിക്ക് മനസ്സിലായ കാര്യം, ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയവും പണവും അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ പണവും ആരോഗ്യം എല്ലാം ഒരു കോമ്പിനേഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു ബിസിനസ് ചെയ്യണം. എന്തുകൊണ്ടാണ് ബിസിനസ്? നമ്മൾ നമ്മുടെ സമയം എഫേർട്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കണമെങ്കിൽ അതിന് എപ്പോഴും സാറ് ആദ്യം അനീഷ് സാറ് പറഞ്ഞ പോലെ അതൊരു ആക്റ്റീവ് ഇൻകം ആണ്. അതിന് ലിമിറ്റേഷൻ ഉണ്ട്. അതൊരു പരിധി വിട്ട് വളരാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ ഒരു നല്ല ലൈഫ് ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ബിസിനസ്സുകാരനാണ്. ബിസിനസ്സുകാരന്റെ പ്രത്യേകത എന്താ? മറ്റുള്ള ആൾക്കാരുടെ സമയം എഫേർട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് ബിസിനസ്സുകാർ, അല്ലെ? നമ്മളിപ്പോ യൂസഫ് അലിനെ പറ്റി നമ്മൾ പറയാറുണ്ട്. അയാൾക്ക് 24 മണിക്കൂറാണ്, നമുക്ക് 24 മണിക്കൂറാണ്. പക്ഷെ അതിന്റെ പ്രത്യേകത അയാൾക്ക് ലോകത്തിൽ 250 ഔട്ട്ലെറ്റഡ് ആയിട്ട് ഏകദേശം 60,000 പേര് അയാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ 60,000 പേര് ഒരു 10 മണിക്കൂർ ജോലി ചെയ്യാന്ന് പറയുമ്പോൾ അയാളുടെ വർക്കിംഗ് അവേഴ്സ് എന്താണ്? അപ്പൊ അയാളുടെ സമയം കൂടുന്നുണ്ടാവും, അയാളുടെ സമയവും അല്ലെങ്കിൽ പണവും എല്ലാം ഇരട്ടിക്കുന്നുണ്ടാവും. അയാൾ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാലും പൈസ കിട്ടും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഒരു ബിസിനസ് ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടൊരു കാര്യമായിരുന്നില്ല. എന്തുകൊണ്ടാ? എനിക്ക് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു ഐഡിയ ഇല്ല. ഇതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം എന്റെ ഫാമിലിയിൽ ബിസിനസ്സുകാരില്ല. ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പണമല്ല. കാരണം ഒരു 17 വർഷം ജോലി ജീവിതം എനിക്ക് ലയബിലിറ്റി ആണുള്ളത്, ഒന്നും നീക്കിയിരിപ്പില്ല. അപ്പൊ അതുകൊണ്ട് ഇനിയും അതിന്റെ മുകളിലേക്ക് കടം മേടിച്ചിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊക്കെ ആയപ്പോ എനിക്ക് ബിസിനസ് ഒരു വിദൂര സ്വപ്നമായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ പ്ലാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, 1 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട്, റിസ്ക് ഇല്ലാണ്ട്, പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലാണ്ട്, ചെയ്യുന്ന ജോലിയെ ബുദ്ധിമുട്ടിക്കാതെ, ആ വരുമാനത്തെ ബാധിക്കാതെ ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്തുകൊണ്ട്
നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റിയ ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. അത് ഹ്യൂജ് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റി, ഒരു ഫാമിലി ആയിട്ട് ചെയ്യാൻ പറ്റിയ ബിസിനസ്, അതുപോലെ നെക്സ്റ്റ് ജനറേഷന് കൈമാറാൻ പറ്റിയ ബിസിനസ്. അപ്പോൾ സാധാരണ രീതിയിൽ ജോലിക്ക് പോകുമ്പോൾ ഒരു വരുമാനമാണെങ്കിൽ ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് 9 തരത്തിലുള്ള വരുമാനം. സാധാരണ രീതിയിൽ നമുക്ക് അറിയാലോ, നമുക്ക് ഒരു സാലറിക്ക് ഒരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ പാല്, പത്രം, കേബിള്, അല്ലെങ്കിൽ വാൻ ഫീ, സ്കൂൾ ഫീ, ഇതെല്ലാം തീരുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ജീവിതം അങ്ങോട്ട് ബാലൻസ് ആവും. ഒരു മാസത്തിലെ 10-ാം തീയതി വരെ നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ ജീവിക്കും. പാലൊഴിച്ച ചായ കുടിക്കും. 20-ാം തീയതി വരെ നമ്മൾ കട്ടൻ ചായ കുടിക്കും. പിന്നെ ചൂടുവെള്ളം കുടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ജോലിക്കാരന്റെ. അതിനിടയ്ക്ക് ആരെങ്കിലും അത്യാവശ്യമായിട്ടൊരു കല്യാണം വിളിക്കാനോ ഒരു ഹൗസ് വാമിംഗ് വിളിക്കാൻ വന്നാൽ എനിക്ക് ടെൻഷനായി. കാരണം എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. പക്ഷെ കാരണം ലിമിറ്റഡ് ഇൻകം ഉള്ളു, അതുകൊണ്ട് എല്ലാം ഓപ്പറേറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ ഞാൻ കണ്ട കാര്യം, ഒരു കാര്യം ചെയ്താൽ 9 തരത്തിൽ വരുമാനം. വീടിന് വീട്, കാറിന് കാറ്, യാത്രകൾ യാത്ര. അത് മാത്രമല്ല, ജോലിക്ക് പോകുമ്പോൾ ഒരു ദിവസം ഞായറാഴ്ചയാണെങ്കിൽ ഇവിടെ എന്നും ഞായറാഴ്ചയാണ്. വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ട് ഒരു ഹോളിഡേ മൂടി ചെയ്യാൻ പറ്റിയ ബിസിനസ്. പരസ്പരം സഹായിക്കുന്ന, പരസ്പരം എന്താ പറയാ പ്രോത്സാഹിപ്പിക്കുന്ന. സാധാരണ ജോലിക്ക് പോകുമ്പോൾ അവിടെ ശരിക്കും കോമ്പറ്റീഷൻ ആണ്, ഇവിടെ കോൺട്രിബ്യൂഷൻ ആണ്. പരസ്പരം വിജയിക്കുന്നതിനെ പറ്റിയും ഒരുമിച്ച് നേടുന്നതിനെ പറ്റിയും നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എപ്പോ കണ്ടാലും അത് നേടിയില്ല, ഇത് നേടുന്നില്ലേ, നമുക്ക് ആ ഒരു വല്ലാത്തൊരു കൂട്ടായ്മ. ലോകത്തിലെ ഏറ്റവും വലിയൊരു അസറ്റായിട്ട് ഞാൻ കരുതുന്ന കാര്യം നല്ല ബന്ധങ്ങളാണ്. ബിസിനസ്സുകാരുടെ ലാംഗ്വേജ് പറഞ്ഞ നല്ല നെറ്റ്വർക്ക് ആണ് അല്ലെ. അപ്പൊ ഇവിടെ നല്ല നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്യാനും ഡിഫൈൻ ചെയ്യാനും പറ്റുന്ന ലോകത്തിലെ ഏറ്റവും വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇന്ന് കേട്ടത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഡയറക്ട് സെല്ലിംഗ് എന്നൊരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുക, ഇന്ന് ഗവൺമെന്റ് 100% സപ്പോർട്ടുള്ള, ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഒരു എൻകറേജ്മെന്റും ഒരു ലീഗൽ പ്രൊട്ടക്ഷനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഇന്നൊരു MBAക്ക് സബ്ജക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ട് തന്നെ നമുക്കൊരു അഭിമാനമായിട്ട് എല്ലാവരും മുമ്പിൽ പോയിട്ട് നമുക്ക് വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് തല ഉയർത്തി പിടിച്ച് പറയാൻ പറ്റിയ ഒരു ബിസിനസ്. അതിൽ ഏത് വ്യക്തിയെ കണ്ടാലും 2 പ്രശ്നമാണെന്ന്, ആരോഗ്യ പ്രശ്നം, ഒന്ന് സാമ്പത്തിക പ്രശ്നം. ഇതിന് രണ്ടിനും സൊല്യൂഷനുമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി. ഒന്നും അറിയില്ലെങ്കിലും നമുക്ക് എന്താ പറയാ ഒരു കോഴ്സ് പഠിക്കണ പോലെ വന്നാൽ ആ കോഴ്സ് കഴിയുമ്പോൾ ബെൻസ് കാറിൽ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് കിട്ടാനാണ്? പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഏതൊരു മേഖലയിൽ വന്നാലും നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ഈസി ബിസിനസ് ആണ്, സിമ്പിൾ ബിസിനസ് ആണ്. പക്ഷെ ഏതൊരു മേഖലയിൽ പോയാലും അവിടെ ഒരു സിസ്റ്റം ഉണ്ടാവും. ഞാൻ ഒരു ജോലിക്ക് പോകുമ്പോൾ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കഷ്ടപ്പെട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എന്നെ കൺട്രോൾ ചെയ്യാൻ ഒരു മാനേജർ അവിടെ ഉള്ളതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് കറക്റ്റായിട്ട് ഞാൻ ആ കാര്യം ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ കൺട്രോൾ ചെയ്യാൻ ഒരാളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ എനിക്കതൊരു ബുദ്ധിമുട്ടായത് തോന്നാണ്ടിരുന്ന കാരണം, അവിടെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ എത്ര ചെയ്തിട്ടും ജീവിതത്തിൽ രക്ഷയുമില്ല. ലാസ്റ്റ് അത് മടുത്തുപോയി, സ്വപ്നങ്ങൾക്ക് ഉപേക്ഷിച്ചു. അങ്ങനെ പല രീതിയിൽ പോകുമ്പോൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിലെ എന്റെ മാനേജർ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഓണർ, അവരെനിക്ക് ജോലി തന്നു എന്നിട്ട് തെറ്റേ ചെയ്തുള്ളൂ. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ചീത്ത പറയുന്ന, ഏറ്റവും കൂടുതൽ ശപിക്കുന്ന ആൾക്കാരാണ് ആ കമ്പനിയുടെ ഓണേഴ്സ് ആയിരുന്നു. എനിക്ക് ജോലി എന്നതേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്റെ അപ്ലയൻസും എന്റെ മെന്റേഴ്സും എന്നോട് ഇത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ എനിക്കതൊരു വഴക്കായിട്ട് തോന്നിയിട്ടില്ല. കാരണം എന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ അവർക്ക് എന്നേക്കാളും കൂടുതൽ താല്പര്യമുണ്ട്. അവർക്ക് എന്നെ വിജയിപ്പിക്കാനുള്ള ഒരു ആവശ്യം കൊണ്ടാണ് പറയുന്നത്. അതുപോലെ എന്റെ വിജയം അവർക്കും കൂടി ഒരു മുതൽക്കൂട്ടായിട്ട് മാറുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ നിന്നുകൊണ്ട് ഈ വെസ്റ്റേജ് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം. അതാണ് വിന്നിംഗ് ടീം എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ. ഒന്നുമില്ലായ്മ എന്തും ആവാൻ പറ്റുന്ന, ഏതൊരു പാവപ്പെട്ടവനെയും ഏത് പണക്കാരനാക്കുന്ന, അവർക്ക് ഒന്നും അറിയില്ലെങ്കിൽ എന്തും പഠിപ്പിക്കുന്ന, ജീവിതത്തിൽ വിജയിക്കാനും ആ വിജയം ആസ്വദിക്കാനും ജീവിതത്തിൽ ഇതുവരെ നേടാത്ത കാര്യങ്ങൾ സ്വപ്നം കാണാനും നേടിയെടുക്കാനും നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓർഗനൈസേഷൻ. കാരണം ഞാനൊരു മാർക്കറ്റിംഗ് ഫീൽഡിലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ ഈ മാർക്കറ്റിംഗ് ഫീൽഡ് ആയതുകൊണ്ട് ഈ ബിസിനസ് വേറൊരു ബിസിനസ് ആണ്. ഇത് ആൾക്കാരെ ഡീൽ ചെയ്യേണ്ട ഒരു ബിസിനസ് ആണ്, ആൾക്കാരെ കൂടെ നിർത്തേണ്ട ബിസിനസ് ആണ്, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ട ബിസിനസ് ആണ്, പുതിയ സ്കില്ലുകൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. പക്ഷെ അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്ന കാര്യം ഈ വെസ്റ്റേജ് ബിസിനസ് വിന്നിംഗ് ടീമിന്റെ സപ്പോർട്ടോടുകൂടി ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. കാരണം എനിക്ക് ആദ്യത്തെ മാസം കിട്ടിയ ഒരു വരുമാനം എന്ന് പറയുന്നത് 465 രൂപയാണ്. എന്റെ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടിയതാണ്. രണ്ടാമത്തെ മാസം കിട്ടിയത് എനിക്ക് 3500 രൂപയാണ്. നാലാമത്തെ മാസം 21,000 രൂപയായിരുന്നു വരുമാനം. നാലാമത്തെ മാസം 54,000 രൂപ വരുമാനം കിട്ടി. ഈ ബിസിനസ് 3 വർഷം ഞാൻ ചെയ്തപ്പോൾ എന്റെ ഹയസ്റ്റ് വരുമാനം 2019 നവംബർ മാസം 2,32,000 രൂപയായിരുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ 17 വർഷം ഒന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യം. ഞാൻ 10 വരെ പഠിക്കുന്നു, +2 പഠിക്കുന്നു, ഡിഗ്രിക്ക് പഠിക്കുന്നു, അതിനുശേഷം ഞാൻ ജോലിക്ക് പോകുന്നു, എക്സ്പീരിയൻസ് അനുസരിച്ച് പല കമ്പനിയിലേക്ക് പോകുന്നു. അങ്ങനെ 17 വർഷം ഞാൻ ജോലി ചെയ്തു. എത്ര വർഷം പഠിച്ചു, എത്ര വർഷം ജോലി ചെയ്തിട്ടും എന്റെ മാക്സിമം വരുമാനം ഒരു 30,000 രൂപയൊക്കെ ആയിരുന്നു.
ഇവിടെ വന്ന് ഒന്നും അറിയില്ലാതെ വന്ന് ഏതോ ഷോപ്പിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ ആ ഷോപ്പ് മാറി മേടിച്ച് ഉപയോഗിച്ചപ്പോ എന്റെ കുടുംബത്തിന്റെ ആരോഗ്യം നേടിയെടുത്തെന്ന് മാത്രമല്ല, എന്റെ കുടുംബത്തിന്റെ മനസ്സമാധാനം, എന്റെ കുടുംബത്തിന്റെ സന്തോഷം, അതുപോലെ ആ ഒരു 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 3 വർഷം കഴിഞ്ഞപ്പോ, ഒരു ഡിഗ്രി പഠിക്കുന്ന സമയം കഴിഞ്ഞപ്പോ എന്റെ വരുമാനം 2,32,000 രൂപ. കോവിഡ് വന്നിട്ട് വീട്ടിലിരുന്നിട്ട് പോലും ആ വരുമാനം കുറഞ്ഞില്ല, സ്ഥിരമായിട്ടൊരു വരുമാനം കിട്ടി. 17 വർഷം ജോലിക്ക് പോയപ്പോഴും എന്റെ കയ്യിൽ ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു 100cc ബൈക്കാണ് സുഹൃത്തെ. 100cc ബൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ഇപ്പൊ നമ്മൾ ബൈക്ക് കാണുന്നില്ലേ, 100cc, 150cc, 350cc, അങ്ങനെ എഞ്ചിന്റെ പവർ അല്ല, 100% cc ലോൺ ആയിട്ട് നിൽക്കുന്ന ഒരു ബൈക്ക്. അതേ ഉള്ളൂ. ലോൺ തീരുമ്പോൾ വീണ്ടും റിന്യൂ ചെയ്തെടുക്കും, അതുപോലെയായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ 3 കാറ് മേടിച്ചു. കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ 12 ലക്ഷം വിറ്റാര ബ്രസായി എന്ന് പറഞ്ഞ കാറിൽ യാത്ര ചെയ്യുന്നുണ്ട്. സാധാരണ ഡയറക്ട് സെല്ലിംഗ് ബിസിനസിനെ പറ്റി പറയുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, നിങ്ങൾ ആ കാറ് മേടിച്ചു, അത് അങ്ങനെയായി ഇങ്ങനെയായി. കാറൊക്കെ എല്ലാവർക്കും മേടിക്കാറുണ്ട്, പക്ഷെ കുറെ ആളുകൾ കാണത്തില്ല, CC കാർ കൊണ്ടുപോകും. സുഹൃത്തെ, അങ്ങനെയല്ല. വെസ്റ്റിന്റെ കാർ ഫണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു പെർമനന്റ് ഫണ്ടാണ്. എന്റെ കാറ് 1,75,000 കിലോമീറ്റർ ഓടി. അങ്ങനെ പറഞ്ഞാൽ 1 കിലോമീറ്റർ ഓടണമെങ്കിൽ 5 രൂപ വേണമെങ്കിൽ ഏകദേശം 9 ലക്ഷം രൂപയ്ക്ക് ഡീസൽ അടിച്ചു, ടയറുകൾ മാറി, സർവീസ് ചെയ്തു, ആ CC അടച്ചു ചേർത്തു. ആ കാറിന് വേണ്ടി മാത്രം 25 ലക്ഷം രൂപ ഞാൻ മുടക്കിയിട്ടുണ്ട്. അതെനിക്ക് തന്നത് വെസ്റ്റീജിന്റെ കാർ ഫണ്ടാണ്. 11ാമത്തെ വാടക വീട്ടിൽ താമസം നിജുവിന് സ്വന്തമായിട്ട് ഒരു സ്ഥലമുള്ളത്, ഒരു ഐഡന്റിറ്റി ഉള്ളത് ഈ വെസ്റ്റീജിന്റെ ഹൗസ് ഫണ്ട് ഉള്ളത് കൊണ്ടാണ്. എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ, ഒരു 1.5 മണിക്കൂർ വണ്ടി ഓടിച്ചാൽ ഹൈറേഞ്ചിന്റെ ഏറ്റവും നല്ല സ്ഥലം മൂന്നാർ പോവാം. അനീഷ് സാർ പറഞ്ഞ പോലെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു 1 ഡേ ട്രിപ്പ് പോകാൻ എനിക്ക് പറ്റില്ലായിരുന്നു. പക്ഷെ ഒരു തായ്ലൻഡ് ട്രിപ്പ് എന്റെ ടീമിൽ 25 പേരെ കൊണ്ട് പോകാൻ പറ്റിയത് ഈ ബിസിനസിന്റെയാണ്. മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട്, നമ്മളിപ്പോ ഈ സ്വപ്നങ്ങളെ പറ്റി പറയുമ്പോൾ, പല കാര്യം അതിനെപ്പറ്റി പറയുമ്പോൾ, ഇത് നമ്മൾ എന്റെ ഫാമിലിയിൽ ആരെങ്കിലും ഒരു ബിസിനസ്സുകാരൊന്നും ഇല്ലല്ലോ, എന്തുകൊണ്ടാണ് BMW കാറ് വേണം, താറ് കാറ് വേണം, അല്ലെങ്കിൽ അത് എന്നൊക്കെ പറയാനുള്ള എവിടെ നിന്നാണ് ഈ വിൽ പവർ കിട്ടിയെന്ന് ചോദിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ വൈ പവർ, എന്തിനു വേണ്ടി നമ്മൾ ഈ ബിസിനസ് ചെയ്യണം എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, നമ്മുടെ വൈ പവർ സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ വിൽ പവർ സ്ട്രോങ് ആവും. അങ്ങനെയാണെങ്കിൽ നമ്മളെ പോലെ ഒരു ആളുകളെ സംബന്ധിച്ച് വിജയിക്കാൻ പറ്റുന്ന ലോകത്ത് കിട്ടാന്ന് വെച്ചാൽ ഏറ്റവും വണ്ടർഫുൾ പ്ലാറ്റ്ഫോമാണ്, ഒരു കോമ്പിനേഷൻ ആണ് വെസ്റ്റീജ് ആൻഡ് വിന്നിംഗ് ടീം. എന്തുകൊണ്ട്? വെസ്റ്റീജ് എന്ന് പറഞ്ഞ ഡയറക്ട്ലി ഇൻഡസ്ട്രി ഒരു റവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോണ ഒരു കമ്പനി ആണെങ്കിൽ അതിൽ ഹിസ്റ്ററികളും രാജാക്കന്മാരെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന, ഇന്ന് മില്ലനേഴ്സിനെ ബിൽഡ് ചെയ്യാൻ പോകുന്ന ഒരു വണ്ടർഫുൾ ഓർഗനൈസേഷൻ ആണ് വിന്നിംഗ് ടീം. ഒന്നുമില്ലായ്മ എന്താവാം, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ നിജു ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ കഴിവ് എനിക്ക് കിട്ടിയത് വിന്നിംഗ് ടീമിലൂടെയാണ്. എന്റെ ജീവിതത്തിലെ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ആയിട്ട് എന്റെ തലയോർത്ത് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയ ഈ കോമ്പിനേഷനിലൂടെയാണ്. എന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്. എനിക്ക് നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ, എനിക്കും സൗമ്യക്കും നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ നേടിയെടുക്കാം. എന്തുകൊണ്ടാ? ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്ത കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 മാസം കൊണ്ട് നേടിയെടുക്കാം. കാരണം ജീവിതത്തിൽ വിജയിച്ച ആളുകൾ, വഴിവെട്ടി പോയ ആൾക്കാരുടെ പുറകെ നടക്കാനുള്ള തീരുമാനം ഉണ്ടെങ്കിൽ, അവരെ ഫോളോ ചെയ്യാനുള്ള തീരുമാനം ഉണ്ടെങ്കിൽ, ഇതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ 100% വിശ്വസിക്കാനും ഫോളോ ചെയ്യാനും നിങ്ങൾ റെഡി ആണെങ്കിൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് നേടിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ ചെക്ക്, നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിനകത്ത് ആ ചെക്കിൽ സൈൻ ചെയ്യാനുള്ള നിങ്ങൾ എത്ര വേണമെങ്കിൽ എഴുതിക്കോളൂ. ഐ ആം റെഡി ടു സൈൻ എന്ന് പറയുന്ന ഒരു മാനേജിംഗ് ഡയറക്ടർ ഗൗതം പാലി സാർ നമുക്കുണ്ട്. അപ്പൊ വേറെ ഏത് മേഖലയിൽ പോയി നടക്കാൻ പറ്റും, നമ്മുടെ വരുമാനം നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇവിടെ കോവിഡ് വന്നപ്പോഴും, GST മാറിയപ്പോഴും, നോട്ട് നിരോധനം വന്നപ്പോഴും ഒന്നിനും ഒരു രീതിയിലും കുലുക്കാൻ പറ്റാത്ത ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. 2012 വെള്ളപ്പൊക്കം വന്ന സമയത്ത് 3 മാസക്കാലം കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് 3 മാസത്തെ വരുമാനം കൊടുത്തൊരു കമ്പനി. അന്ന് കിട്ടിയ ഒരു ബിലീഫാണ് എനിക്ക് ഈ ബിസിനസ് ഒരു കരിയറായിട്ട് ബിൽഡ് ചെയ്യണം, എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് എന്തു നേടിയെടുക്കാൻ പറ്റും, ഇനി ഒന്നിനെ പറ്റിയും തിരിഞ്ഞ് ചിന്തിക്കേണ്ടി വരില്ല, എന്റെ ജനറേഷൻ സേഫ് ആക്കാൻ പറ്റുന്ന, എന്റെ മുമ്പിൽ വന്ന ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്തുകൊണ്ട്, അവർക്ക് എന്തെങ്കിലും നേടിക്കൊടുത്തുകൊണ്ട്, അവരുടെ സ്വപ്നങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട്, അവരുടെ പ്രാർത്ഥനയിൽ ഒരു ഭാഗമാകാൻ പറ്റുന്ന എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്. ഞാൻ ആദ്യമായിട്ട് ജോലി റിസൈൻ ചെയ്ത് ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ഞാൻ ആദ്യം എടുത്ത തീരുമാനം വെസ്റ്റീജ് ബിസിനസ് ചെയ്യാന്നല്ല, ഇനി മേലിൽ ഞാൻ ജോലിക്ക് പോവില്ല എന്നാണ്. എന്തുകൊണ്ടാ? 17 വർഷം ജോലിക്ക് പോയിട്ട് ഞാൻ രക്ഷപ്പെടാത്ത സീക്രട്ട് എനിക്ക് മനസ്സിലായി. ഇനി ഒരു 10 വർഷം ചെയ്താൽ ഞാൻ രക്ഷപ്പെടില്ല. അപ്പൊ എനിക്ക് ബിസിനസ് ആണ് നല്ലത്. എന്നെ പോലെയുള്ള ആൾക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ് ഇതാണ്. എന്തറിയോ, ഞാനത് അങ്ങനെ തീരുമാനം എടുത്തില്ലെങ്കിൽ 1 or 2 മാസം ഈ ബിസിനസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും രീതിയിൽ ഒരു പ്രതിസന്ധികൾ വന്നാൽ വീണ്ടും ജോലിക്ക് പോവാം എന്നൊരു ചിന്താഗതി. ആ ചിന്താഗതി വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇനി ജോലിക്ക് പോവില്ല. രക്ഷപ്പെട്ടേ പറ്റൂ. രക്ഷപ്പെടണമെങ്കിൽ ട്രെൻഡ് ബിസിനസ് ചെയ്യണം, ലിവറേജിങ് ബിസിനസ് ചെയ്യണം, മറ്റുള്ളവർക്കും കൂടി സന്തോഷം കിട്ടുന്ന ബിസിനസ് ചെയ്യണം. അതിന് പറ്റി ഇന്ന് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. നാളത്തെ ഒരു ദിവസം ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ആദ്യം അനീഷ് സാറ് പറഞ്ഞാൽ 3 വർഷം കൊണ്ട് DUCD ആയിട്ട് 5 ലക്ഷം രൂപ വരുമാനം മേടിക്കുന്ന
ഒരു പൂക്കച്ചവടക്കാരന്റെ കഥ കേൾക്കാൻ ഞാൻ ത്രില്ഡ് ആണ്. കാരണം ആ വ്യക്തി എങ്ങനെ നേടിയെന്ന് ആ വ്യക്തി നമുക്ക് പറയാൻ വേണ്ടി കർണാടകയിൽ നിന്ന് വരുന്നു. എന്റെ പെരുമ്പാവൂർ ഒരുപാട് ബിസിനസ്സുകാരുണ്ട്, എറണാകുളത്ത് ഒരുപാട് ബിസിനസ്സുകാരുണ്ട്, തൃശ്ശൂർ ബിസിനസ്സുകാരുണ്ട്. പക്ഷെ അവരാരും അവരുടെ ബിസിനസ് സീക്രട്ട് ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല. പക്ഷെ വിന്നിംഗ് ടീമിന്റെ സെർവറായിട്ട് നിൽക്കുന്ന DUCD ഈ കേരളത്തിൽ നമ്മളെ കാണാൻ വേണ്ടി വന്നത് അവരുടെ ജീവിതത്തിൽ മാറ്റിയ നമുക്ക് പകർന്നു തരാനും നമ്മൾ വിജയിച്ചു കാണാനും നമ്മുടെ വിജയിച്ചേക്കാൾ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ പുറത്ത് പോകുമ്പോൾ നമ്മുടെ കുട്ടികളും മറ്റു കാര്യങ്ങൾ MDMA പറയും, പല ലഹരിയുടെ പുറകെ പോകുമ്പോൾ ജീവിതത്തിന്റെ വിജയം, സന്തോഷം, കൂട്ടായ്മ ലഹരിയാക്കുന്ന ഒരു ത്രില്ല് അനുഭവിക്കാൻ വേണ്ടി EDSലേക്ക് നമുക്ക് വരണം, ഫംഗ്ഷനിലേക്ക് നമുക്ക് വരണം. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി പറ്റും. ഇന്ന് ഈ അവസരം തന്ന വിന്നിംഗ് ടീമിന്റെ ലീഡേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു ഒറ്റക്കെട്ട ഒരു ഫാമിലി ആയിട്ട് നിന്നുകൊണ്ട് പുതിയ കൾച്ചർ ബിൽഡ് ചെയ്ത് മറ്റു നെക്സ്റ്റ് ജനറേഷൻ ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു റോൾ മോഡൽ ആകുന്ന സമൂഹത്തെ ബിൽഡ് ചെയ്യാൻ നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാം. കാരണം നമ്മൾ നന്നായി നമ്മുടെ കുടുംബം നന്നാവും, 10 കുടുംബം നന്നായി സമൂഹം നന്നാവും, ഈ സമൂഹം നന്നായാൽ ഈ നാട് നന്നാവും, ഈ രാജ്യം നന്നാവും. ഓക്കെ, താങ്ക് യു സോ മച്ച്. വിഷ് യു വെൽ. താങ്ക് യു സോ മച്ച്. വാവ്, അമേസിംഗ്. അനിൽ സാറിന്റെ പ്രസന്റേഷൻ ഐ ഓപ്പണിംഗ് ആണെങ്കിൽ ഇത് ശരിക്കും നമ്മൾ കണ്ണ് തള്ളുന്ന എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിരുന്നു. ഇനി നമുക്ക് ചിന്തിക്കാനൊന്നുമില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവരെന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു, വിന്നിംഗ് ടീമിന്റെ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തു, ഇവരെന്ന് കരിസ്മാറ്റിക് ആയിട്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടു. തീരുമാനം നമ്മൾ എടുക്കണം. ഇന്ന് നമ്മൾ എടുത്താൽ വരും വർഷങ്ങളിൽ ഇത്തരത്തിൽ ഒരുപാട് കുടുംബങ്ങളെ ആരോഗ്യ സമ്പൽ സംബന്ധിച്ചിട്ട് ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ നിസാരി എക്സ്പീരിയൻസ് ശരിക്കും റിയലി ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു പ്രസന്റേഷനും അതോടൊപ്പം തന്നെ ഇതിലൂടെ എന്ത് നേടാമെന്നതിനെ കുറിച്ച് വ്യക്തമായ ആ ഒരു കാഴ്ചപ്പാട് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ടേക്ക് എ സ്ട്രോങ് ഡിസിഷൻ. ഇന്നെടുക്കുന്ന തീരുമാനമാണ് നമ്മളെ നാളത്തെ ഊർജവും നമ്മുടെ സക്സസും തീരുമാനിക്കുന്നത്. അതിന് നല്ലൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾ എല്ലാവരും ദൈവം തമ്പുരാൻ അനുഗ്രഹത്തെ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ആൾ ദി ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലസ് യു.